Hello, good afternoon all. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. വിംബിൾ അക്കാഡമിയിൽ റെമഡിയേറ്റേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് നടത്തി വരാറുള്ള പാരന്റിംഗ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വിംബിൾ അക്കാഡമിയിൽ സംഘടിപ്പിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് പാരന്റിങ്ങുമായും കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഈ ഒരു വെബിനാർ സീരീസിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പാരൻസിലേക്കും ഇത് ഷെയർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് സൈക്കോളജിസ്റ്റും തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ റെമഡിയൽ ട്രെയിനർ, അതിനുപരി വിംബിൾ അക്കാഡമി ഫാക്കൽറ്റി കൂടിയായിട്ടുള്ള നിസാവ് സാറാണ്. അപ്പോൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. നിസാവ് സാർ. ഓഡിയബിൾ ആണോ? അതെ അതെ, ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താണ് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. മേഘാമാം ഇന്നലെ സേഫ് ആയിട്ട് അവിടെ എത്തിയില്ലേ? ഒരു 8:30 പറ്റി. ആ, ഓക്കെ. ഇപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു മുമ്പൊരു സെഷൻ ഇവിടെ ഈ ഒരു പാരന്റിങ്ങിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഷജീല മാം പറഞ്ഞതാണ്. എന്നും അതേപോലെയാണ്, വെൽ പ്രിപ്പയർഡ് അല്ല. എന്നാൽ പോലും നമുക്ക് ഒരു ടോപ്പിക് എടുക്കുക എന്ന് പറയുമ്പോൾ അറിയുന്ന പല കേസ് എനിക്ക് പലപ്പോഴും വരുന്ന കേസുകൾ കുട്ടികൾ കൂടുതൽ വരുന്ന സമയത്ത് എനിക്ക് എപ്പോഴും വരുന്ന കേസുകളാണ്. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് ഒരു വെറൈറ്റി അല്ലെങ്കിൽ റിലവൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പോക്സോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കേസുകൾ ഇപ്പൊ അടുത്ത് ഇന്നലെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മേഘാമ എന്നോട് റെഫർ ചെയ്തിട്ടുള്ളത് ഒരു കുട്ടിയെ പെട്ടെന്ന് കാണാണ്ടായി. ചിലപ്പോൾ ആ ഒരു രീതി ഏതൊരു കുട്ടിയെ തിരിച്ച് കിട്ടിയെങ്കിൽ പോലും കുട്ടിയെ ഏത് രീതിയിലാണ് ആ ഒരു സേഫ് സോണിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ആ കുട്ടി പോയിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാടുക്കിടയിൽ നമ്മളെ കുട്ടികൾ സേഫ് ആണോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പഠനത്തിന് മാത്രമല്ല കുട്ടിയുടെ ബിഹേവിയറും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നമ്മൾ എപ്പോഴും നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. നമുക്ക് എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല, അത് അടുത്ത വീട്ടിലല്ലേ അല്ലെങ്കിൽ അടുത്ത നാട്ടിലല്ലേ എന്നുള്ള ഒരു ചിന്താഗതി നമുക്കിടയിൽ എപ്പോഴും വരാറുണ്ട്. എങ്കിൽ പോലും എത്രത്തോളം നമ്മുടെ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണ് എന്നുള്ളത്, നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ളൊരു ടോപ്പിക്കാണത്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കൗൺസിലേഴ്സ് ആണ്, ആ മേഖലയിൽ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതിലുപരി നമ്മളൊരു പാരന്റ് കൂടിയാണ് എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ എങ്ങനെ കൂടുതൽ സുരക്ഷിതരാക്കാം, നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്കറിയാം ലീഗലി ആയിട്ട് പോകുന്ന സമയത്ത് ഒരു അബ്യൂസ് കേസുകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അത് ലീഗലി ആയിട്ട് പോകുന്ന ആ ഒരു ഇതിലേക്കും നമ്മൾ പോകുന്നില്ല. ബേസിക്കലി ആയിട്ട് നമുക്ക് ആ ഒരു സേഫ്റ്റി സോൺ എങ്ങനെ നമ്മൾ കുട്ടികളിൽ നിന്നും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോ ഒരു സത്യമായിട്ടൊരു അവസ്ഥയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ പുറത്തുള്ള ഒരു സ്ട്രേഞ്ചേഴ്സ് ഒന്നും അല്ല ഈ ഒരു പല കേസുകളും നമുക്ക് ഈ ഒരു അബ്യൂസ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇന്റന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് മെസ്സേജുകളിൽ കൂടെ ആവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫിസിക്കൽ അബ്യൂസുകളിലേക്കാവാം. ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടി പല മേഖലയിൽ നിന്നാണ് ചിലപ്പോൾ ചില കേസ് സെക്ഷലി തന്നെ ഉള്ള കേസുകളല്ല അബ്യൂസിൽ നിന്ന് വരുന്നത്.
ചിലപ്പോൾ ഓൺലൈനിൽ കൂടെ നിരന്തരമായിട്ടൊരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്ത് ചോക്ലേറ്റ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിലേക്ക് വരുന്നതാവാം. ഒരു അധ്യാപകന്റെ മോശമായിട്ടുള്ള ഒരു നോട്ടത്തിലൂടെ ഒരു കുട്ടി പോലും അബ്യൂസർ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പല മേഖലയിൽ കൂടി നമുക്ക് എന്താണ് കുട്ടികളെ പ്രയാസങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു പാരന്റ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക. ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ ഒന്ന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ നോക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധിക്കപ്പെടാത്തൊരു കാര്യമുണ്ട്. എന്താണ് ഒരു ചൈൽഡ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്? അത് നമ്മൾ ആദ്യം തിരിച്ചറിയാം. അതെങ്ങനെയാണ് നമ്മളെ കുട്ടിക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം നടത്തി. അപ്പൊ അതിൽ ഞാനൊരു മുമ്പ് നടന്നിട്ടൊരു കേസിനെ പറ്റി റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് പിന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. അതായത് കുട്ടിക്ക് പ്രധാനമായിട്ടൊരു ബിഹേവിയർ വന്ന് സ്വന്തം അച്ഛനോട് ഭയങ്കര ദേഷ്യം, അച്ഛനോട് മിണ്ടുന്നില്ല, പഴയതുപോലെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ കുട്ടിയുടെ സ്വന്തം അമ്മയ്ക്ക് വന്നൊരു സംശയപ്രകാരമാണ് അവർ ഈ ഒരു സെഷനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സ്വന്തമായിട്ട് എവിടെ നിന്നാണ് അബ്യൂസ് നടന്നിട്ടുള്ളത്? അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ, അതായത് ഈ സ്വന്തം ഭാര്യ, ആ കുട്ടിയുടെ അമ്മയുടെ കസിൻ ബ്രദർ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളിൽ നിന്നും കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണ്? കുട്ടിയുടെ മനസ്സിൽ എല്ലാ ആണുങ്ങളും ഈ ഒരു പുരുഷവർഗം അല്ലെ ഈ കാണുന്ന രൂപത്തിലുള്ള ആളുകളൊക്കെ മോശക്കാരാണ്, എന്തും എനിക്ക് വീണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പേടി കാരണം എന്താണ്? അച്ഛനെ പോലും കുട്ടി വെറുത്തു തുടങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ ഏത് സാഹചര്യത്തിലാണ് നമുക്ക് ഒരു കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മളെ ഭാഗത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ട്? ഇപ്പൊ നമുക്ക് കുട്ടികളെ ലൈംഗിക രീതിയിലുള്ള ആ ഒരു സെക്ഷൻ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ സംരക്ഷിക്കാൻ, അങ്ങനത്തെ പീഡനം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പോക്സോ ആക്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് അല്ലെങ്കിൽ ഒഫൻസ് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം തന്നെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ്? നമുക്കൊരു കൗൺസിലർ എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു പാരന്റ് എന്ന നിലയിലും ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സെക്ഷൽ അബ്യൂസിനെ നമുക്കുള്ള കുട്ടികളെ കന്നാൽ അവരെ ഹീൽ ചെയ്യാണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ഒരു പാരന്റിങ്, ഇങ്ങനെ വന്ന കേസ് പാരന്റിന് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, ആ കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ആ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ ഒരു സെഷന് അല്ലെങ്കിൽ ഇതേപോലെ ഒരു അവസ്ഥ അവർക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൽ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാരന്റിന്റെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾ അറ്റ്ലീസ്റ്റ് രാവിലെ വീട്ടിൽ ഇന്ന് നമുക്ക് വേറൊരു ഗ്രൂപ്പ് എന്ന് കണ്ടു. ഇന്നലെ ഒരു പെൺകുട്ടിയെ, ഏകദേശം 14 വയസ്സ് 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതേപോലെ അത് എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഒരു കണ്ണമ്പുറം എന്ന് പറയാം, ഏത് ജില്ലയിലാണെന്ന് അറിയില്ല. അതേപോലെ മലപ്പുറം ജില്ലയിലും ഇതേപോലെ ഒരു ആൺകുട്ടി ഇന്നലെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാൻ പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇവരെങ്ങോട്ടാണ് പോയത്? ഇവരെ അബ്യൂസ് ഒന്നും പറയാൻ പറ്റില്ല, എന്താണ് ഇതിന്റെ റീസൺ ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. എങ്കിൽ പോലും ആ ഒരു റിയൽ ഇഷ്യൂസ് എന്താണ് സമൂഹത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? നമ്മുടെ സ്വന്തം കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് എക്സാം ഹാളിൽ എത്തുന്നുണ്ടോ, അല്ലെ സ്കൂളിൽ എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ രാവിലെ അവർ എവിടെ നിന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞു പോയിട്ടുള്ള സമയത്ത് അവർ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ, പിന്നെ അതേപോലെ സ്കൂൾ വിട്ട് ഫസ്റ്റ് 4 മണിയാണോ 5 മണിയാണോ ആ കറക്റ്റ് നമ്മളെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മുടെ കുട്ടി ആരുടെ കൂടെയാണ്, അവരുടെ ഫ്രണ്ട് സർക്കിൾ എന്തൊക്കെയാണ്, അവരുടെ മൊബൈലിൽ എന്തൊക്കെയാണ് മെസ്സേജുകൾ വരുന്നത്, അവർ എന്തൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെ നമുക്ക് അവരുടെ ചുറ്റുപാടിൽ അവർക്ക് അൺസേഫ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ മോസ്റ്റ് അബ്യൂസ് ഹാപ്പൻ ഫ്രം ഈ ഒരു പാരന്റിന് അറിയാത്ത കാര്യങ്ങളാണ്. ഇവർക്ക് എന്താണ് സംഭവം എന്നുള്ള പാരന്റ് പറയുന്നത്. നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്റെ കുട്ടിക്ക് ഇതൊന്നും സംഭവിക്കാനുള്ള സാധ്യതകളില്ല, അവർ വളരെ സേഫാണ്, ഞാൻ പറയുന്നത് പോലെ അവൻ ജീവിക്കുന്നുള്ളൂ, അനുസരിക്കുന്നുള്ളൂ, പ്രൊട്ടക്റ്റബിൾ ആണ് എന്നുള്ള ഈ പറയുന്ന പാരന്റിൽ നിന്നാണ് പല കുട്ടികൾക്കും ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കുന്നതും അതേപോലെ പല ബുദ്ധിമുട്ടും. പിന്നെ ഇതിൽ കുറേ മിത്തും ഫാക്റ്റും ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കുട്ടി നമ്മുടെ കേസുകൾ സംഭവിച്ച് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ന്യൂസ് കണ്ടാൽ അവിടെ ഒരു മിത്ത് എന്താണ്? തന്റെ കുട്ടിയെ ചില പാരന്റ് ഓവറായിട്ട് വെറീഡ് ആവുകയാണ്, എന്റെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള. ആ ഒരു തെറ്റായിട്ടൊരു മിത്ത്. ഫാക്ട് എന്താണ്? ചില ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ കുട്ടിക്ക് ഇത് സംഭവിക്കാൻ സാധ്യതയില്ല. ഈ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഓവർ ആയിട്ടുള്ള വിശ്വാസങ്ങളാണ് പല പേരന്റിനെയും പല ബുദ്ധിമുട്ടിലേക്ക് സാധാരണ കൊണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്യൂസ്, എന്താണ് യഥാർത്ഥത്തിൽ ഒരു അബ്യൂസ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുക്കണം.
ഇപ്പൊ 15-16 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും എന്താണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു എന്റെ നാട്ടിൽ ഒരു ഇൻസിഡൻസ് എന്നൊരു കുട്ടി 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് പോയിട്ടുള്ളത് 26-27 വയസ്സുള്ള ഒരാളുടെ കൂടെ. അപ്പോ 2 ദിവസവും കാണായിട്ടും കുട്ടി ഈ പാരന്റ് എവിടെയും പിന്നെ ഏതോ കുടുംബ വീട്ടിൽ പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും അറ്റ്ലീസ്റ്റ് ആ കുട്ടിയുടെ കുടുംബ വീട്ടിൽ എത്തിയിട്ടുണ്ടോ, ആ കുടുംബക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ ആള് റീച്ച് ആയിട്ടൊന്ന് അന്വേഷിക്കാൻ പോലും ഈ പാരന്റ് റെഡി ആയിട്ടില്ല. ഈ 2 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് കുട്ടി അന്വേഷിക്കുന്ന സമയത്ത് അവര് പറയണം ഇങ്ങനെ നിങ്ങളെ മോൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ, വരുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഇവര് പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നത് കുട്ടിയെ കാണാൻ. അങ്ങനെ കുട്ടിയെ കെട്ടിയിട്ടുള്ള എവിടെയാ ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ഒരു ഹോട്ടൽ. 2 പേരും ഉണ്ട്. ആൾക്ക് 27 വയസ്സ്, കുട്ടിക്ക് 12 വയസ്സ്. പ്രണയം, ഓൺലൈനിലൂടെ പ്രണയം. ഈ പ്രണയം കാരണം കുട്ടി പോയി. പക്ഷെ കുട്ടിക്ക് സേഫ് ആയിട്ടുള്ള അവിടെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇതിന്റെ ബിഹൈൻഡ് ആയിട്ട് എന്തൊക്കെ ഉണ്ടോന്ന് അറിയില്ല. കുട്ടി സേഫ് ആയി ഇവർ കണ്ടുപിടിച്ചു. കുട്ടിയെ നാട്ടിലേക്ക് തന്നെ, കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ അതും നമ്മൾ പോസിറ്റീവ് ആയി കിടക്കണം. ഒരു കുട്ടിയുടെ പിക്ചർ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും അത്രയും ആളുകൾക്ക് എത്തുന്ന സമയം അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരാളെ കണ്ടെത്തുക, ആ കണ്ടെത്തി കുട്ടിക്ക് നല്ല സേഫ് ആയിട്ട് സ്ഥലത്ത് എത്തിക്കാന്ന്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ അതിൽ ഉപരി എന്താണ് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട്. ചില കുട്ടികൾ 2 മണി മുതൽ 3 മണി വരെ മൊബൈലിലാണ്. ഈ ഇൻസ്റ്റഗ്രാം ചാറ്റിങ്ങുകൾ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചാറ്റിങ്ങുകൾ, ഇതിങ്ങനെ പല മേഖലയിൽ നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കരുത്, ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്, സോഷ്യൽ മീഡിയ കളിക്കരുത്, അങ്ങനെയൊന്നും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ പോലും എന്റെ മക്കളെ ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള ഇവരെ ലൈഫിൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റ് നടക്കുന്ന ഇൻസിഡൻസിനെ കുറിച്ച് അവർക്ക് വിശദമായിട്ടുള്ള ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഫിസിക്കൽ ടച്ച് ആണ്. എന്താണ് ഒരു സെക്ഷൽ അബ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു 3 പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികൾ 4 വയസ്സ് സമയമാകുമ്പോൾ തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള അവയർനെസ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഒരു അയൽവാസി അല്ലെ കുടുംബത്തിൽ ഒരു അങ്കിള് വരികയാണ്. അപ്പൊ അങ്കിൾ എന്ന് വിളിക്കാനുള്ള അവകാശം നമ്മുടെ ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്കിള് അല്ലെങ്കിൽ ആന്റി എന്ന് വിളിപ്പിക്കാൻ പറ്റൂ. അതേപോലെ പിന്നെ അടുത്ത എല്ലാ കാണുന്ന മുതിർന്ന ആളുകളെയും അവർക്കൊരു സ്നേഹം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, റെസ്പെക്ട് ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ കാണുന്നവരെല്ലാം അങ്കിള് ആന്റി അല്ലെങ്കിൽ മറ്റാ ഒരു രീതിയിലൊക്കെ കുട്ടികൾ കാണുമ്പോൾ കുട്ടിയുടെ ചെറു മനസ്സ് ബ്രെയിൻ വർക്കൗട്ട് എങ്ങനെയാണ്, ഇവരൊക്കെ ഞാൻ സേഫ് ആണ്, എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാനില്ല. അപ്പൊ അവർ ഏത് രീതിയിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഈ കുട്ടിക്ക് ചെറുപ്രായത്തിൽ വരും. അപ്പൊ ഒരു കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുകയാണ്, ചോക്ലേറ്റ് കുട്ടി വാങ്ങി കഴിക്കുന്നു. പക്ഷെ ഓപ്പോസിറ്റുള്ള ആളെ ഉദ്ദേശം മറ്റൊരു രീതിയിലാണ്. കാരണം അതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അല്ലെങ്കിൽ ഡിസോർഡർ അപ്പുറം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് ഇങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടിക്കൊക്കെ നിൽക്കുക. കാരണം അവർക്കൊരു പിന്നെ ക്രാവിംഗ് സിസ്റ്റം ആണ് ബോഡിയിൽ ഉണ്ടാകുന്നത്. അവർക്കത് ചില സ്പെസിഫിക് ആയിട്ട് കുട്ടികളെ തന്നെ മതി. ആ ഒരു രീതിയിലേക്ക് നമുക്ക് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഈ ഒരു ഏരിയയിൽ കൂടെ എന്താണ് ചില ആളുകളെ നമ്മൾ മനസ്സിലാക്കി ചില നോട്ടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചില പിന്നെ അതേപോലെ അവരുടെ സംസാരത്തിലൂടെ അർത്ഥം വെച്ചുള്ള സംസാരങ്ങൾ. ഇപ്പോ കഴിഞ്ഞ വേറൊരു പെൺകുട്ടിയുടെ കേസ് വന്നത് ഒരു ബോർഡർ ലൈൻ കേസാണ്. ആൾക്ക് 18 വയസ്സായി. അപ്പൊ ആ ഒരു കുട്ടി പറയുന്നത് എന്റെ അമ്മ എപ്പോഴും എന്താണ് അങ്കിള് പറയുന്നത് പോലെയാണ്. അതായത് ആ ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒരു അകന്ന ഒരാളാണ്. അപ്പൊ ആളിന്ന് നിരന്തരമായിട്ട് വീട്ടിൽ വരുന്നു. അമ്മക്ക് എന്തും അയാൾ ഉപദേശം, അയാൾ പറഞ്ഞതനുസരിച്ചാണ് എന്റെ ജീവിതം മുന്നോട്ട് പോവേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട്, കാരണം ആ ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ള ആളുകളുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് മറ്റുള്ള അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മുടെ മക്കളുടെ പേരിൽ അടിച്ചമർത്തുന്ന ആ ഒരു രീതി. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യും, പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്തായിട്ടുണ്ടാവും. ഇങ്ങനെ ആ ഒരു വളർന്നിട്ടുള്ള പാരന്റിങ് സ്റ്റൈലിൽ നിന്നൊക്കെയാണ് എപ്പോഴും ഒരു ഫിയർ ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒരു ഷെയിംലെസ് ആയിരിക്കും. അതേപോലെ ഗിൽറ്റി ഫീലിങ്സ് ഉണ്ടാവും. അപ്പൊ ട്രസ്റ്റ് ഇഷ്യൂസ് വരെ ആദ്യം ഫാമിലിയിൽ നിന്ന് അവർക്ക് ഉണ്ടാവും. അപ്പൊ പതിയെ പതിയെ എന്താ ചെയ്യുക, അവർ ഓൺലൈൻ ചാറ്റിംഗ് തുടങ്ങും, ഈ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കും. അപ്പൊ ഒരാൾ സന്തോഷത്തോടെ ഹായ് അയക്കും, ഒരു ഇമേജ് ഒക്കെ അയക്കും, അപ്പൊ തിരിച്ചും അങ്ങോട്ട് അയക്കും. അപ്പൊ അയാളെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എന്താണ് ഇങ്ങനത്തെ ആളുകൾ ഇങ്ങനത്തെ കുട്ടികളോട് സംസാരിച്ചു തുടങ്ങും. അപ്പൊ എന്താണ് അവർ പെട്ടെന്നാണ് എനിക്ക് വീട്ടിൽ കിട്ടാത്തൊരു സ്നേഹം ഓൺലൈനിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്റെ കാര്യങ്ങളും അവരോട് പറയാം. ഇപ്പൊ രണ്ടുപേരും ആദ്യം തുടങ്ങുന്നത് ഇമോഷണലി ആയി. മറ്റാളുകളും അവരെ ലക്ഷ്യം ഈ കുട്ടിയെ അല്ല ഇയാളെ ഇമോഷണലി ഡൗൺ ആക്കുക. ആ ഇമോഷൻസ് പിന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇവര് മെയിൻ ആയിട്ട് ഈ ഇമോഷൻ ഇവരെ വീട്ടിൽ കിട്ടുന്ന എന്നെ കേൾക്കാൻ ആരുമില്ല, എന്റെ അമ്മയും അച്ഛൻ അങ്ങനെയാണ്, ഈ ഒരു പെരുമാറ്റ രീതി അവരോട് ഇയാളോട് പറയും. അതിലൂടെ എന്ത് ചെയ്യും, അവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ട്രസ്റ്റ് അവര് ആ ഒരു ക്രിയേറ്റ് ചെയ്യും. ഇതിലൂടെ എന്ത് ചെയ്യും അവര്, എനിക്ക് സേഫ് ഇങ്ങനത്തെ ഒരാളെ കൂടെയാണ്. അപ്പൊ അയാള് പിന്നെ പതിയെ അവിടെ അയാളെ കൺട്രോളിലാവും.
അവർ പറഞ്ഞതനുസരിച്ച് കുട്ടി പ്രവർത്തിച്ചു തുടങ്ങും. ഇങ്ങനെയൊക്കെ പല രീതി എന്താണ് ഒരു സിറ്റുവേഷൻ കാർഡ് പോലെ അവരുടെ ലൈഫിൽ തന്നെ കുട്ടിയുടെ ജീവിതം തന്നെ മാറി മാറി. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മളാണ് പല രീതിയിൽ അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇഷ്യൂസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അബ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫിസിക്കലി മാത്രമല്ല അവരുടെ നോട്ടത്തിലും സംസാരത്തിലും എല്ലാത്തിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മുടെ കുട്ടികളിൽ ഒരാൾ വന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ കുട്ടികൾ അത് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമല്ലോ. അപ്പൊ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചില ആളൊന്ന് ഒന്ന് ഹഗ് ചെയ്തോ ഒരു ഉമ്മ കൊടുക്കുന്നൊക്കെ നമ്മൾ പറയൂലേ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ മക്കൾ ശരിക്കും അത് ആഗ്രഹിക്കുന്നതാണോ, സന്തോഷത്തോടെ ചെയ്യുന്നതാണോ, അല്ല അവർക്ക് എന്തെങ്കിലും അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നത് ആ കുട്ടിയുടെ ശരീരത്തിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാൽ മതി. കാരണം ആ കുട്ടി ചെറിയത് ഒന്നുകിൽ ഒന്ന് ചെയ്യുമ്പോൾ ഉണ്ടാവും ഒരു ഫിയർ ഉണ്ടാവും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അതൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ പാരന്റിന്റെ ഭാഗത്ത് ആദ്യം ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ നമുക്ക് ഒരു പാരന്റിങ് സ്കില്ല് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും. ഒരു ദിവസം എന്തെങ്കിലും 10-15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു സ്കൂൾ വിട്ട് കുട്ടി വരുന്ന സമയത്ത് ആ കുട്ടികൾ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എന്താണ് എടുത്തിട്ടുള്ളത്, ഫ്രണ്ട് സർക്കിളിന്റെ നിങ്ങൾക്ക് ഉണ്ടായ ഡിസ്കഷൻ എന്തൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ആൺകുട്ടികളുടെ ഭാഗത്തൊക്കെ ആൺകുട്ടികളാകുമ്പോൾ പല വീഡിയോസ് ഫോൺ വീഡിയോസുകളും അവരെ മൊബൈലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ക്ലാസ് കൊണ്ടുവന്നിട്ട് അവർ അതൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പൊ കണ്ടിട്ട് എന്ത് ചെയ്യും മറ്റുള്ള കുട്ടികളും അതിലേക്ക് എന്താണ് വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ എനിക്ക് മൊബൈൽ വേണം, എനിക്ക് ഞാൻ 9ാം ക്ലാസ്സിലെത്തി 10ാം ക്ലാസ്സിലെത്തി +2 എത്തി എനിക്ക് മൊബൈൽ ഇല്ല. അപ്പൊ വാശി അവിടെ തുടങ്ങി. കാരണം ഇതിന്റെ പിന്നിൽ എന്താ നീഡ്സ് എന്താണ്, എനിക്ക് ഈ ഒരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ ഗെയിംസിലേക്ക് പോവാനാണ്. പല രീതിയിലും എന്താണ് സോഷ്യൽ മീഡിയയിലുള്ള ഒരൊറ്റ ഒരു ട്രിഗർ കൊണ്ട് അവരുടെ ജീവിതം തന്നെ മറിച്ച് അല്ല മാറ്റി മറിയാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അടുത്ത് നമുക്ക് ഞാനൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയ സമയത്ത് പിന്നെ അവിടെ എന്റെ ഫ്രണ്ട് തന്നെയാണ് ഒരു ഉച്ച സമയത്താണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് മകന് SSLC എക്സാമിനേഷൻ കഴിഞ്ഞ് അവർ നേരെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു 3-4 മണിയൊക്കെ ആയിട്ടുണ്ട് എക്സാം കഴിഞ്ഞ് വരുന്ന സമയത്ത്. അപ്പോ ഈ ഒരു സമയത്ത് അവിടെ പാരന്റിന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരൻ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ടേബിളിലാണ്. അപ്പോൾ പുള്ളിക്കാരന്റെ വൈഫ് എന്താണ് നേരെ വന്നിട്ട് അവനോട് സംസാരിക്കുക, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ്, ഫ്രണ്ട് സർക്കിളിൽ എങ്ങനെയൊക്കെ എക്സാം ചോദിച്ചാൽ ഈസി ആയിരുന്നു, വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു 10 മിനിറ്റ് ആ കുട്ടിയെ കുറിച്ച് സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ആ ഒരു അമ്മ എന്താണ് ഇങ്ങനെ ഓരോ കാര്യം ചോദിക്കാൻ, അവൻ എന്താണ് വളരെ സന്തോഷത്തോടെ അവൻ അത് പറഞ്ഞു. അവൾ എന്നോട് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചോദിച്ചു, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഇതേപോലെ ആയിരിക്കണം നമ്മുടെ കുട്ടി പാരന്റിങ് ശൈലി എന്ന്. അവർ എവിടേക്കാണ് പോയിട്ടുണ്ടെങ്കിലും ഇനി ക്ലാസ് റൂമിൽ കാണും, ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിൽ കാണും. ഇപ്പൊ അതിനെപ്പറ്റി നമ്മൾ കുട്ടി 15 വയസ്സായി അവൻ +2 എത്തി, ഇനി അവന്റെ കാര്യം എന്ത് നോക്കാനാണ്, സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള സമയമായിട്ടില്ലേ എന്നുള്ള ചിന്താഗതിയിലൊക്കെ മാറി. അറ്റ്ലീസ്റ്റ് എന്താണ് 21-22 വയസ്സ് വരെ നമ്മുടെ കീഴിൽ തന്നെ അവർ വരണം. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരോട് ചോദിച്ചറിയണം. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ ഒരു കൺസിഡർ ചെയ്യാൻ നമ്മൾ മക്കൾ എന്നുള്ള കൺസിഡറേഷൻ അവർക്ക് പ്രധാനമായിട്ട് ഈ ഒരു കാര്യത്തിൽ കൊടുക്കണം. പിന്നെ ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ബോഡി സെഫ്റ്റി എഡ്യൂക്കേഷൻ ആണ് കൊടുക്കേണ്ടത്. അവർക്ക് ഒരു പ്രൈവറ്റ് പാർട്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കണം. കാരണം ഒരാണാണെങ്കിൽ പുരുഷനാണെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജ്, ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു മെൻസ്ട്രൽ പീരീഡ് ആയിരിക്കും ആദ്യമായിട്ട് ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം പല ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ടാവും മാനസിക ഈ ഒരു മന്ത്ലി നടക്കുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിൽ. അപ്പൊ അതൊക്കെ എന്താണ് നമുക്ക് ആ കുട്ടികളെ കുറിച്ച് ഒരു മെൻസസ് ഒരു പീരീഡ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതേപോലെ പിന്നെ ഈ ഒരു സമയത്ത് ശാരീരിക ദേഷ്യം കൂടാം, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ മുമ്പ് പിന്നെ ഇതേപോലെ ഒരു ഫാമിലിയിൽ ഒരു ഇൻസിഡൻസ് എന്റെ കുടുംബത്തിൽ തന്നെ. അപ്പോ ഒരു പെൺകുട്ടി പറയാണ്, അവൻ ചോദിക്കാണ് അവൾക്ക് എന്താ നോമ്പ്, റംസാൻ മാസം നോമ്പ് പറ്റൂടെന്ന്. അപ്പൊ അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് നോമ്പ് നോക്കാൻ പറ്റില്ല, അപ്പോ അത് നീ അന്വേഷിക്കേണ്ട കാര്യമല്ല, അപ്പൊ നിന്റെ കാര്യം നീ നോക്കിയാൽ മതി. അപ്പൊ എന്റെ ഫാമിലിയിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പൊ ഞാനിത് കേൾക്കുന്ന ഒരാൾ, ഞാൻ അവളോട് ചോദിച്ചു, പിന്നെ ഇവര് രണ്ടുപേരും മക്കൾ പോയ ശേഷം എന്തുകൊണ്ട് നീ അവരോട് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല? കാരണം അവനറിയേണ്ട കാര്യങ്ങളാണ്. സ്വന്തം പെങ്ങളാണെങ്കിലും പിന്നെ പിന്നീട് ഈ ഒരു സംഭവത്തെ കുറിച്ച്, കാരണം ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവുന്ന മാസത്തിലുണ്ടായ ഈ ഒരു പ്രോസസ്സിംഗ് സിസ്റ്റം കറക്റ്റ് ആയിട്ട് നമ്മൾ ആ വീട്ടിൽ എല്ലാവർക്കും ഒരു എന്തുകൊണ്ടാണ് നോമ്പ് നോക്കാത്ത കാരണം. പിന്നെ ഈ ഒരു സംവാദം ഞാൻ ഈ സംസാരിച്ച ശേഷം എന്താണ് വിശദമായിട്ട് സൈക്കോ എഡ്യൂക്കേഷൻ തന്നെ മോന് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഒരുപാട് ഫാമിലീസ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ആളുകൾ തെറ്റിദ്ധാരണയുണ്ട്.
ഇത് ആൺകുട്ടികൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അവരോട് പറഞ്ഞാൽ അവർക്ക് എന്താണ് വേറെ എന്തെങ്കിലും ഒരു അർത്ഥം കാണും, അല്ലെങ്കിൽ അവർക്ക് മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പല രീതിയിൽ നമ്മൾ പാരന്റിങ് ഇതൊക്കെ നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് ഓരോ ക്ലാസ്സുകളിലും പല മേഖലയിൽ നിന്ന്. പക്ഷെ ഒരിക്കലും നമ്മൾ ചെയ്യാത്ത ഒരു പ്രാക്ടിക്കൽ ലെവലിൽ ആരും പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഞാനടക്കം പോലും പല നമ്മൾ ഫാമിലി കൊടുക്കേണ്ട കറക്റ്റ് ന്യൂസ് അവർ കൊടുക്കുന്നുണ്ടോ, പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബിഹൈൻഡ് ആയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കും. അപ്പോൾ ഈ ഒരു ബോഡി സേഫ്റ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ഒരാള് അറിയാതെ ടച്ച് ചെയ്തൊന്നും അറിഞ്ഞ് ടച്ച് ചെയ്യുന്നു, ഏതൊക്കെ ഭാഗങ്ങളിൽ ശരി തൊടണം, ഏതൊക്കെ ഭാഗത്ത് പിടിക്കുമ്പോഴാണ് അത് സേഫ്റ്റിയാണ് അല്ലെങ്കിൽ അൺസേഫിലേക്ക് പോകുന്നത്, ഇത് കറക്റ്റ് ആയിട്ട് അവരോട് ആ ഒരു സ്യൂട്ട് റോഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ കറക്റ്റ് ആയിട്ട് ഈ ഒരു പാരന്റ് കുട്ടികൾ ചെറു പ്രായത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. അപ്പോൾ അതറിയാത്തത് കൊണ്ട്, ഈ പറഞ്ഞെടുക്കാത്തത് കൊണ്ടാണ് പല കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ അബ്യൂസിലേക്ക് സാധാരണയായിട്ട് പറയാം. പിന്നെ അതേപോലെ നമുക്കൊരു ടീച്ചിങ് 3 റൂൾസ് ഉണ്ട്. അപ്പോൾ ഒന്ന് എന്താണ്, ഒന്ന് നോ പറയാനുള്ള ശ്രമം കുട്ടികൾക്ക് ചെറു പ്രായത്തിൽ തന്നെ. ഒരാൾ എന്നെ സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ചോക്ലേറ്റ് തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജുകൾ മോശമായിട്ടുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് നോ പറയാനുള്ള ആ ഒരു മെന്റാലിറ്റി നമ്മുടെ കുട്ടികളിൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാര്യം. അപ്പൊ ഇന്നൊരാൾ വന്നിട്ടുണ്ട്, എപ്പോഴും സ്നേഹത്തോട് പെരുമാറുന്നു, അയാളുടെ കുട്ടിക്ക് മനസ്സിലാകണം അയാൾ മോശമായിട്ടൊരു അവസ്ഥയിൽ കൂടെയാണ് അല്ലെങ്കിൽ മോശമായിട്ടൊരു ബിഹേവിയർ ആണ് എന്നോട് പെരുമാറുന്നത്, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ക്ലാസ് റൂമിൽ അവൻ എന്നോട് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ ഒരു സെഷന് പോയ സമയത്ത് കൗൺസിലിംഗ് ഭാഗത്ത് തന്നെ നമുക്ക് ഇപ്പൊ ഒരുപാട് കേസുകൾ നമ്മൾ അടുത്ത കാലത്ത് നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. കാരണം ഒരാൾ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു പെണ്ണായാലും ഒരാണായാലും ഒരു സേഫ് ആയിട്ടുള്ള രീതി. ഇപ്പൊ അടുത്ത കാലത്ത് മറ്റൊരു ഇൻസിഡൻസ്, ഒരാൾക്ക് ട്രെയിനിൽ വെച്ചൊരു ഇൻസിഡൻസ്, സെക്ഷൽ അബ്യൂസ് ഉണ്ടായി. അയാൾ മെന്റലി പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. അയാൾ പറയാണ് എല്ലാ പുരുഷന്മാരും മോശക്കാരാണെന്ന്. അപ്പൊ അയാൾ പുരുഷനാണ് എന്നുള്ള ബോധം ആ ഒരു സാഹചര്യത്തിൽ അയാൾക്കില്ല. പിന്നെ ഒന്ന് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുകയാണ്, ഭാര്യനോട് പറയാണ് ഒരാണുങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് വേണ്ട, എന്റെ കുടുംബക്കാരിലുള്ള ഒരാണ്, എന്റെ ഉപ്പ അല്ലെ ആങ്ങളമാരൊന്നും ഇനി വീട്ടിൽ വരാൻ പാടില്ല, ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ഈ ഒരു കേസ് എടുത്ത സമയത്താണ് ഇയാൾക്ക് ചൈൽഡ്ഹുഡിലും ഇതേപോലെ ചെറിയ സംഭവങ്ങളുണ്ട്. അതിൽ അയാൾക്കൊരു വിശ്വാസമുണ്ട്, എനിക്ക് എന്തും സംഭവിക്കാം, അല്ലെങ്കിൽ എനിക്ക് വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ള ആ ഒരു തോട്ട് അയാൾക്ക് ലൈഫിലുണ്ട്. പക്ഷെ വീണ്ടും കുറെ വർഷങ്ങൾക്ക് ശേഷം അതേപോലെ ഒരു ഇൻസിഡൻസ് അയാൾക്ക് നടക്കുന്ന സമയത്ത് അവിടെ റെസ്പോൺസ് ചെയ്യാൻ പറ്റിയില്ല. എന്താണ് ചെയ്യേണ്ടത്? അതിനൊന്ന് നോ പറയാനോ അല്ലെ അയാൾക്കതിനെ പ്രതികരിക്കാനോ ഒന്നും പറ്റാത്ത ഒരു സംഭവങ്ങളിൽ. അപ്പൊ ഇതേപോലെ എന്താണ്, ചെറിയൊരു കുട്ടിക്കാലത്ത് എന്തെങ്കിലും നമ്മളെ മക്കൾക്ക് ഒരു ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ പല 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 പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ മറ്റൊരു കേസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കേസ് പറയുകയാണെങ്കിൽ, ആൾക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. ഭയങ്കര ബഹളത്തോട് കൂടി തന്നെ വീട്ടിൽ ഡോറ് തുറന്ന് ഒരു 10-11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പൊ ഇതിന്റെ പിന്നിൽ എന്താ ഉണ്ടാവുക? പുറത്ത് ആളുകൾ നിൽക്കുന്നത്, കല്യാണ വീടാകുമ്പോൾ ആളുകൾ കുറെ ഉണ്ടാവും. അപ്പൊ ഇവര് പെട്ടെന്ന് തെറ്റിദ്ധാരണ ഇവന്റെ ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ കുട്ടിയെ മാനസികമായിട്ട് എന്താ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആ ഒരു ടോപ്പിലേക്കാണ് വരുന്നത്. പക്ഷെ പിന്നീട് ആ ഒരു സിറ്റുവേഷൻ മാറി കുട്ടിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് അവര് പറയാണ്, കുട്ടിയുടെ ഒരു ഫാമിലീസ് പറയാണ്, ഈ വീട്ടിൽ എന്തോ പോയി, അവിടെ എന്തൊക്കെ വലിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ റിലീജിയസുമായിട്ട് ബന്ധം. ഇവിടെ ഭർത്താവിന്റെ വീട്ടുകാരെന്താ, ഇവര് മനഃപൂർവ്വമായിട്ട് ഒരു മാനസികമായിട്ട് രോഗിയാണ്, ഞങ്ങൾക്ക് കല്യാണം കഴിച്ചൊന്ന് പറ്റിച്ചതാണ് എന്നുള്ള ഈ ഒരു സംഭവം. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടിക്ക് അനുകൂലമായിട്ട് വന്നത് ആ ഫാമിലി തന്നെ, അയാളുടെ ഫാമിലി തന്നെ ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഡിഗ്രി 2nd ഇയർ. അപ്പൊ അവർക്ക് കുട്ടിക്ക് തോന്നിയ ഒരു സംശയമാണ്, ഇത് എന്തെങ്കിലും ഏർലി എക്സ്പീരിയൻസോ മുമ്പ് നടന്ന എന്തെങ്കിലും അനുഭവത്തിൽ നിന്ന് കുട്ടിക്ക് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയാണ് അവർ കൗൺസിലിങ്ങിന് കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പൊ കുട്ടിയെ കൊണ്ടുവന്നത് കുട്ടിക്ക് സംഭവിക്കുന്ന എന്താണ്, ചെറുപ്പകാലത്ത് ഇതേ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ അവരെ കസിൻ ബ്രദർ ആരോഗ്യത്തിൽ ഒരു അബ്യൂസ് നടന്നു. അപ്പൊ ആ സമയത്ത് എന്താണ് പാരന്റ് പറയാണ്, ആരോട് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടും. ഈ ടെൻഷൻ കാരണം കുട്ടിയെ ബാധിച്ചൊരു ഒരു സംഭവവും ടെൻഷൻ ബിലീഫ് സിസ്റ്റം കുട്ടി ആദ്യം തന്നെ ഫസ്റ്റ് നൈറ്റിൽ ഒരാൾ വരികയാണ്, പുതിയ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് ആ കുട്ടിക്ക് തോന്നാണ് ഞാനൊരു മോശമായിട്ടൊരു പെൺകുട്ടിയാണ്, ഇയാളെ കൂടെ ജീവിക്കാനൊന്നും അർഹയല്ല എന്നുള്ള തോട്ട് വരുന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു നമ്മുടെ മെന്റൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന വളരെ ഡൗൺ ആയിട്ട് ഇതേപോലെ കേസുകൾ. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ കുട്ടിക്ക് ചെറിയ പ്രയാസങ്ങൾ നമ്മളെ കൺമുമ്പിൽ നിന്ന് വെറുതെ മൈന്യൂട്ടായിട്ട് നമ്മൾ വിടരുത്, നിസ്സാരമായിട്ട് കാണരുത്. അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയുടെ അച്ഛൻ ഇപ്പം
ഇപ്പൊ പല മേഖലയിൽ ഇപ്പൊ കുട്ടികൾ അച്ഛന്മാർ നമ്മുടെ പിന്നെ പാരന്റിൽ പെട്ട തന്നെ രക്ഷിതാക്കളിൽ തന്നെ ഈ ഒരു പല കുട്ടിക്കും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളെ ഒരു അച്ഛനും ആ ഒരു റിലേഷൻഷിപ്പ് അതിന് കവർന്ന് പോകുന്നുണ്ടോ? അതെങ്കിൽ മുമ്പ് ഇപ്പൊ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു കേസ് നടന്നിട്ടുള്ളത്, ഒരു പെൺകുട്ടി സ്വന്തം അച്ഛനോട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരിക്കുക. അച്ഛനെയാണ് കല്യാണം കഴിക്കേണ്ടത്. കോടതിയിലെത്തിയ കേസാണത്. അപ്പോ കോടതി എന്താണ് ഇതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് എന്താണ് ഒരു ചെറിയൊരു ഗല്ലി പോലെ ഗാവ് പോലെയുള്ള സ്ഥലത്താണ്. പക്ഷെ എന്താണ് നാട്ടുകാരെല്ലാം കൂടി ആ കല്യാണം നടത്തി കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ പല സാഹചര്യങ്ങളും എന്താണ് പക്ഷെ ഇതിനൊക്കെ നമ്മൾ ഇല്ലാതിരിക്കാൻ നമ്മളെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ചെറുപ്രായത്തിൽ തന്നെ ഇതിനെ പറ്റിയ സേഫ്റ്റി, അതായത് കറക്റ്റ് ആയിട്ടുള്ള സൈക്കോ എഡ്യൂക്കേഷൻ, സെക്ഷൽ ഇതപ്പം നമ്മൾ പല സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് ഒരു സെഷൻ, മാസത്തിൽ ഒരു സെഷൻ സൈക്കോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ക്ലാസ്സുകൾ കൊടുക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു നോ സീക്രട്ട് റൂൾ, ചില കുട്ടികൾക്ക് ഉണ്ടാവും, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു ഒളിച്ചു കളി ഉണ്ടാവും. ഒളിച്ചു കളിയിലൂടെ എന്താണ് ഈ ഒരു ആൺകുട്ടിക്ക് ഇതേപോലെയുള്ള ആള് എന്താണ് പല ഫോൺ വീഡിയോസും കണ്ടു. അപ്പോ കളിക്കുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ എന്തായിരിക്കും, ഈ ഒരു ക്രാവിംഗ് സിസ്റ്റം എന്തായിരിക്കും, എങ്ങനെയെങ്കിലും ഒരു കാര്യങ്ങൾ സാധിച്ചെടുക്കണം. അതിനുള്ള ഒരു തോട്ട് വന്നിട്ടുള്ള ഒരു ആൺകുട്ടിയാണെങ്കിൽ ഈ പെൺകുട്ടിയും ആൺകുട്ടികളും കളിക്കുന്ന സമയത്ത് പല രീതിയിൽ സ്പർശനങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വന്ന് ഗുഡ് ടച്ചും ബാഡ് ടച്ചും എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മളെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതി, എന്താണ് ശരീരത്തിൽ ഏത് ഭാഗമാണ് ഗുഡ് ടച്ച് ഉള്ളത്, ഏത് മോശമായിട്ട് രീതിയിലേക്കാണ് ബാഡ് ടച്ച് പോകുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുട്ടികൾ ഇന്ന ഒരു പ്രശ്നം, ഒരു അബ്യൂസ് നടന്നു നമുക്ക് ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുക, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയായിരിക്കും, ആങ്സൈറ്റി ആയിരിക്കും വരിക. എല്ലാ കാര്യത്തിലും ഒരു ആങ്സൈറ്റി. അതേപോലെ സോഷ്യൽ വിഡ്രോവൽ ആയിരിക്കും. ഫാമിലിയിൽ തന്നെയുള്ള എല്ലാ ആളുകളിൽ നിന്നാണ് അകന്നു നിൽക്കാൻ, ഒരൊറ്റപ്പെട്ട് ഇരിക്കാൻ, കൂടുതലായിട്ട് ഒറ്റപ്പെട്ടിരിക്കുക, പഠനത്തിലൊക്കെ വളരെ മോശമാകുക, ഡെയിലി ചെയ്ത ആക്ടിവിറ്റീസുകളൊന്നും ചെയ്യാതിരിക്കുക. അതേപോലെ ആ ഒരു സംഭവിച്ചിട്ടുള്ള ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ജെൻഡറിന്റെ ഭാഗത്ത് അങ്ങനത്തെ ആളുകളോട് തന്നെ ഒരുപാട് വെറുപ്പ് തോന്നുക. പിന്നെ ഉറക്കത്തിലൊക്കെ നിരന്തരമായിട്ട് എന്താണ് ഞെട്ടി ഉണരുക. ഇതൊക്കെയാണ് ഒരു അബ്യൂസ് നടന്നിട്ടുള്ള ഒരാളിൽ നമുക്ക് ലക്ഷണങ്ങൾ, സിംറ്റംസുകളായിട്ട് കാണാൻ പറ്റുന്നത്. ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ പാരന്റ് എന്ന നിലയിൽ നമുക്കൊരു വളരെയധികം റിലാക്സ്, നമ്മൾ സ്വയം കാമാവുക. തന്റെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് സ്വയം ഒരു തിരിച്ചറിവിലേക്ക് പോവുക നമ്മളെ കുട്ടിക്ക്. അതേപോലെ ആ കുട്ടിയെ ഒന്ന് വിശ്വസിക്കുക, ബിലീവ് ദ ചൈൽഡ്. ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്, അവന് എന്താണ് നമ്മളോട് പറഞ്ഞ് ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ഒരിക്കലും എന്താണ് ആ കുട്ടിയെ ബ്ലെയിം ചെയ്യാൻ പാടില്ല. അതേപോലെ സേഫ്റ്റി ഉറപ്പാക്കുക. ഈ ഒരു ആങ്സൈറ്റി ആണോ ഡിപ്രഷനിലെ കുട്ടി ഏത് അവസ്ഥയ്ക്കാണ് പോകുന്നത്, ആ കുട്ടിക്ക് സേഫ്റ്റിയായി എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നല് നമ്മുടെ ഇങ്ങനത്തെ കുട്ടികൾക്ക്. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗ് വന്നു കഴിഞ്ഞാൽ പാരന്റ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് തന്നെയാണ്, ഇങ്ങനത്തെ കേസുകൾ വന്നാൽ. പിന്നെ അതേപോലെ ഈ റിപ്പോർട്ട് ഇങ്ങനെ സംഭവം റെഡിയാണ്, അബ്യൂസ് നടന്നിട്ടുണ്ട് നമുക്ക് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പാരന്റിനോട് സൈക്കോ എഡ്യൂക്കേഷൻ ഏത് രീതിയിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കുട്ടിയെ ഒരു ട്രോമയിൽ നിന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നുള്ളത് പാരന്റിന് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് തോന്നും എന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അയാൾ ശിക്ഷ നേടിയിട്ടുണ്ട് എന്ന്. അതേപോലെ ചൈൽഡ് നമ്പർ 1098 എന്ന് പറഞ്ഞ നമ്പറിലൊക്കെ തന്നെ അവർക്ക് എഴുതി കൊടുക്കുക, ഇന്ന നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം, വേണമെങ്കിൽ ഒരു റെഫറൽ നമുക്ക് തരാം, എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം, കുട്ടിക്ക് ഏത് രീതിയിലാണ് അബ്യൂസ് നടന്നിട്ടുള്ളത്. അവർക്ക് അന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കുറെ അവരെ ഫിസിക്കലി ആയി ടെസ്റ്റ് ചെയ്യാനും ഏതൊക്കെ ഭാഗത്ത് ഇന്റേണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഒരു ഡോക്ടർക്ക് റെഫറൽ കൊടുക്കുക, അവിടുന്ന് പോലീസിലേക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ. അത് ആ ഒരു ആക്ട് പ്രകാരം എങ്ങനെയാണ് ആ ഫോളോ അപ്പ് ഉള്ളത് കറക്റ്റ് ആയിട്ട്. പിന്നെ അതേപോലെ എന്താണ് പാരന്റിന് മനസ്സിലാക്കാൻ നമുക്കൊരു ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാനുള്ളത്, എനിക്ക് എന്റെ സ്വയം ഞാനും ഒരു കുട്ടിയും എന്റെ മകനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ എനിക്ക് മാറ്റാവുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്, തന്റെ കുട്ടിയെ ഏതൊക്കെ രീതിയിൽ ഇനി മുതൽ ശ്രദ്ധിച്ചു തുടങ്ങാം, എന്തൊക്കെ കാര്യങ്ങൾ അവളോട് നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ഞാൻ അവനിലേക്ക് എന്താണ് കൊടുക്കേണ്ടത്. കാരണം പൂർണ്ണമായിട്ട് ഇവരെന്താണ് മെന്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് ആ ഒരു കുട്ടിക്ക്, ഇങ്ങനത്തെ കുട്ടികൾക്ക് ആ ഒരു സമയത്ത് നമ്മൾക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് അബ്യൂസ് തിരിച്ചറിയുക എന്നുള്ളത് ക്വാളിറ്റിയാണ് പ്രധാനം നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതേപോലെ നമ്മുടെ കുട്ടികളോട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ആ പാരന്റിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ സംഭവിച്ചു വിചാരിച്ചിട്ട് എന്റെ കുട്ടി ഇന്നൊരു പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, അവനോട് ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളായിരിക്കും, അങ്ങനൊന്നും വിചാരിക്കേണ്ട.
ആ ഒരു സംഭവം കുട്ടിയെ ആദ്യം കാമാക്കിയതിനു ശേഷം നല്ലൊരു സൈക്കോളജിക്കൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയതിനു ശേഷം കുട്ടിക്ക് കമ്മ്യൂണിക്കേഷനിൽ കൂടെ തന്നെ എന്താണ് കാരണം റിയൽ ലൈഫ് എക്സാമ്പിളുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ കഥകളിലൂടെ എന്താണ് പൂർണ്ണമായിട്ട് ഒരു പാരന്റിന്റെ ഇൻവോൾവ് നമുക്ക് ആ സെഷനിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഈ രീതിയിലൊക്കെ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കും. ഇനിയിപ്പോ ഒരു കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ആർട്ട് തെറാപ്പി പോലെ പ്ലേ തെറാപ്പി ഉള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട്. അപ്പൊ കുട്ടി പാരന്റ് പറഞ്ഞു വരികയാണ് കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്, കരച്ചിലാണ്, പഴയതുപോലെ ഒന്നും പിന്നെ നമ്മളുമായിട്ട് ഒരു ആള് ഒരു ഓക്കെ അല്ല എന്നുള്ളത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമ്മളും ഈ പറഞ്ഞ ഒരു നമ്മൾ കാം സ്റ്റേജിലേക്കാണ് കുട്ടിയുടെ ഒന്ന് പറയാനുള്ള, കുട്ടി ഒന്ന് തുറന്ന് പറയാനുള്ള ആ കോൺഫിഡൻസ് ലെവൽ, ആ ഒരു ഇപ്പൊ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സ്റ്റോറി ഒക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ കുട്ടീനെ കൂടെ ഒരു പാട്ട് പാടിപ്പിച്ചോ അല്ലെങ്കിൽ കുട്ടിയുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ സ്ട്രെങ്ത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ചിത്രം വരയ്ക്കില്ല, അതിലൂടെ എന്താണ് ആ കുട്ടിയെ നമ്മളൊന്ന് ഒരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കിയിട്ടാണ്. ഒരിക്കലും എന്താണ് ഡയറക്റ്റ് ആയിട്ട് സെക്ച്വൽ അബ്യൂസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അബ്യൂസ് നടന്നിട്ട് സംഭവിച്ചിട്ട് ഒരു പെട്ടെന്ന് ചില ആളുകൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഇന്നർ ഹീൽ ചെയ്യാന്നുള്ളത്. ഇന്നർ ഹീലൊക്കെ വളരെ എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ കുട്ടികൾ വന്ന പഠന മേഖലയായിട്ട് അവരേതാ പഠനത്തെ കുറിച്ച് ചോദിക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്താണ് ഒരു LD സിസ്റ്റം ഒക്കെ ഒന്ന് കുട്ടിക്ക് എന്തെങ്കിലും പഠനത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ അതും കൂടി കണ്ടെത്താൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ബിഹേവിയർ ഇഷ്യൂസിലേക്ക് നമ്മൾ പോവാതെ അവർ മറ്റൊരു റീസണിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് അതിൽ കൂടെ എന്താണ് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പാരന്റിങ് സിസ്റ്റം അല്ലെങ്കിൽ കൗൺസിലിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിടുക. പിന്നെ ബാക്കി നമ്മൾ പഠിച്ചതുപോലെ നല്ല ആ ഒരു എന്തൊക്കെയാണ് പ്രോസസ്സിങ് എടുക്കേണ്ടത്, കുട്ടിക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻ ആണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിലൂടെ കൊടുക്കാൻ പറ്റിയ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ ഇപ്പം 22 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി, അപ്പൊ ആ കുട്ടിക്ക് 11 വയസ്സിൽ ഇങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോക്സോ കേസിലാവൂലേ? പക്ഷെങ്കിൽ ഇപ്പൊ നമുക്കത് പോക്സോ കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടൊരു കേസാണല്ലോ. പക്ഷെ ആ കുട്ടിക്ക് അത് കാരണം മെന്റലി മെഡിക്കേഷൻസ് എടുക്കേണ്ട ഒരു അവസ്ഥയും അതിനുശേഷം പേരൻസ് കുട്ടീനെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുട്ടീനെ കൺവിൻസ്ഡ് ആയില്ല, കുട്ടീനെ ട്രസ്റ്റ് ചെയ്തില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ കാരണം കുട്ടിക്ക് പഠനമൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കണ്ടീഷനിൽ? അപ്പോ ഈ ഒരു കണ്ടീഷൻ നമുക്ക് പ്രധാനമായിട്ട് ആ ഒരു പ്രിവെൻഷൻ ആണ്, റിലാക്സ് പ്രിവെൻഷൻ. അതിനെ കുട്ടിയുടെ ആ ഒരു ട്രോമയിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മോചനം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതായത് അന്നത്തെ ആ ഒരു സമയത്ത് കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു, ആരാണ് സപ്പോർട്ട് കൊടുക്കാത്തത് അല്ലെങ്കിൽ ആരാണ് ആരോട് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ള പാരന്റ് ആണെങ്കിൽ പാരന്റിന്റെ കൂടെ നിന്നിട്ട് പാരന്റിന്റെ സപ്പോർട്ട് കൂടി പൂർണ്ണമായിട്ടും ആ കുട്ടിക്ക് എന്താണ് ഇമോഷണലി ആയിട്ട് ഓക്കെ ആക്കി എടുക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക, കുട്ടികളോട് പറയണം, നിരന്തരമായിട്ട് നമ്മൾ പറയണം. പിന്നെ അതന്ന് കുട്ടിക്കാലത്ത് നടന്ന സംഭവമാണ്, അത് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ടാണ് നീ ഇപ്പൊ നിലവിൽ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് അന്നൊരു റിപ്പോർട്ട് ചെയ്യാത്തതിലും അതേപോലെ നിനക്ക് കറക്റ്റ് ആയിട്ട് നിന്റെ സപ്പോർട്ട് തരാതെ ഞങ്ങൾ ഭയങ്കര വിഷമമുണ്ട്. ഈ രീതിയിൽ എന്താണ് അവർ ആ പാരന്റുമായിട്ട് ഒരു കൊളാബറേറ്റ് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ ടച്ച് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യം. നമുക്ക് പാരന്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന റീസൺ കൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത്, ജീവിതത്തിൽ തന്നെ പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ നല്ലൊരു സൈക്കോളജിക്കൽ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടാക്കിയത്. അപ്പോ പണ്ട് നടന്നിട്ടുള്ള ഒരു നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ എന്താണ് ഒരു ക്രിയേറ്റ് ചെയ്യാനും പറയാൻ പറ്റും. ഇപ്പൊ കേസ് കൊടുക്കാൻ അപ്പൊ അയാൾ നിരാകരിക്കുകയാണ്, കുട്ടിക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവം, പക്ഷെ അപ്പൊ അയാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അല്ലാത്ത അല്ലെങ്കിൽ കസിൻ ആണ്, ഉമ്മന്റെ ഏട്ടത്തിന്റെ ഹസ്ബൻഡ്. അപ്പൊ ആ കുട്ടിക്കും ഫാമിലിക്കും ഇപ്പൊ കേസ് കൊടുക്കണമെന്നുണ്ട് അയാൾ. ഓക്കെ. അപ്പോ ആ ഒരു പിന്നെ അയാളെ നിരന്തരമായിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അവരുടെ മദറിന്റെ ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡാണ്. അപ്പൊ അവര് അറിയുന്നുണ്ട് ഫാമിലി ഒക്കെ തെറ്റിലാണ്. പക്ഷെ കുട്ടിക്ക് അത് കാരണം ഇപ്പൊ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഭയങ്കര ആങ്സൈറ്റി ഒക്കെ കൂടിയിട്ട്. അപ്പം അവർക്ക് കേസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരിക. കേസ് കൊടുക്കണം, കേസ് അങ്ങനെ. അപ്പൊ പേരൻസിന് മദറിന്റെ ജ്യേഷ്ഠത്തി അതുകൊണ്ട് മദറിന് ചെറിയൊരു വിഷമം, അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതും. അത് കാരണം ഈ കുട്ടിക്ക് പേരൻസിനോട് ഭയങ്കര ദേഷ്യമാണ്. എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കണ്ട, എന്റെ പേരൻസിനോട് ജീവിക്കണ്ട എന്നൊരൊറ്റ വാക്കാ കുട്ടിക്ക് പറയാം. അങ്ങനെ കേസ് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്. അപ്പോ നമുക്ക് ഇവിടെ പിന്നെ പ്രധാനമായിട്ടും ഒരു നമ്മളെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണെങ്കിൽ അന്ന് നടന്ന ഈ തെളിവൊന്നും ഇപ്പോൾ ശരീരത്തിൽ എവിടെ ഉണ്ടാവില്ലല്ലോ.
അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറയുന്ന ആള് തന്നെ ഒരിക്കലും പിന്നെ അവരും അംഗീകരിക്കില്ല. കാരണം ഇപ്പൊ അടുത്ത കാലത്തൊന്നും കുട്ടിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ബുദ്ധിമുട്ട് അവരെ ഭാഗത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഫാമിലി ഒന്ന് ഒരുമിച്ച് അല്ല, ഇപ്പൊ നിലവിൽ തന്നെ അവർ തമ്മിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ അങ്ങോട്ട് തെറ്റിലാണ്. അപ്പൊ ഈ എന്താണ് മനഃപൂർവ്വമായിട്ട് ആളെ എന്താണ് പിന്നെ കൊടുക്കാൻ വേണ്ടി ഒരു ഹരാസ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു രീതിയാണെന്നുണ്ടാവും. അപ്പൊ ഈ ഒരു പക്ഷെ നമുക്കെന്താണ് ആ ഒരു രീതിക്കൊന്നും അവർക്ക് പറഞ്ഞ് കേസ് കൊടുക്കാനും ഒന്നും ലീഗലി ആയിട്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അവയർനെസ് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കൊടുത്തിട്ട് കാര്യമില്ല, കാരണം തെളിവുകളൊന്നുമില്ല. അപ്പൊ കുട്ടി പറയാണ് അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പ്രസന്റിങ് കംപ്ലൈന്റ് എടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ പഴയ കാര്യങ്ങൾ നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ച് വിശദമായിട്ട് എന്താണ് ആ ഓർമ്മകളിൽ നിന്ന് എന്താണ് കുട്ടികളെ എന്തൊക്കെയാണ് ആ ഓർമ്മകൾ നടത്തുക അത് ഹീൽ ചെയ്ത് പുറത്തെടുക്കുക. എന്നിട്ട് അതില് പിന്നെ കുട്ടി ഏതൊക്കെ രീതിയിലാണ് ഉള്ളത് എന്ന്. പിന്നെ അതേപോലെ എന്താണ് കുട്ടിക്ക് ആ ഒരു 9 വയസ്സ് സമയത്ത് ഏത് രീതിയിലാണ് ഒരു അബ്യൂസ് നടന്നിട്ടുള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് ആ കുട്ടിയോട് ഓർമ്മകളും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഏകദേശം ആള് ചിലപ്പോൾ ഓക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ പിന്നെ അതേപോലെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകൾ ഈ പറഞ്ഞതുപോലെ ഫാമിലി നിരന്തരമായിട്ട് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് കുട്ടിയെ മാനസികമായിട്ടും അല്ലെങ്കിൽ ആ ടോപ്പിക്ക് എന്നും കുടുംബത്തിൽ സംസാരിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ അതും കൂടി ഇതിന്റെ ഒരു ട്രോമ പ്രോസസ്സിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്കൊരു പറയൂ. ഹലോ, ആ ഇപ്പൊ ഇത് ഈ കുട്ടി ആരാ ചോദിച്ചതെന്ന് ഞാൻ കേട്ടില്ല, ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. ഞാൻ കുറച്ച് ഇത് കേട്ടത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇത് പറയുവാണ്. അങ്ങനെ ഇപ്പൊ 11 ഇയേഴ്സിലാണ് അബ്യൂസ് ആയതെങ്കിലും ഇപ്പൊ 10 ഇയേഴ്സ് ബാക്ക് ആണെങ്കിലും ഇപ്പോഴാണ് റിയലൈസ് ചെയ്തതെന്നുള്ള രീതിയിൽ നമുക്കത് മൂവ് ചെയ്യാവുന്നതാണ്, ലീഗലി മൂവ് ചെയ്യാവുന്നതാണ്. ആക്ച്വലി CWC റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം. 112 ഒന്ന് കോൾ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവർക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ അയാളൊന്ന് പണിഷബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഒരു ഇത് വരുക അങ്ങനെ എന്തെങ്കിലും ഒരു മെന്റൽ ഇത് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ അത് മൂവ് ചെയ്യാവുന്നതാണ്. 112 ഒന്ന് വിളിച്ചിട്ട് എൻക്വയറി ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. 10 ഇയേഴ്സ് ബാക്ക് ആണെങ്കിലും അത് അണ്ടർ പോക്സോ ആക്ട് തന്നെ വരും എന്നാണ് എന്റെ ഒരു അറിവ് വെച്ച് അങ്ങനെയാണ്. എന്നാലും ഒന്ന് ക്ലാരിഫൈ ചെയ്തോളൂ നിങ്ങൾ. ഓക്കെ മാം. ആ കുട്ടി അതന്നെ പറഞ്ഞു. എനിക്ക് അയാളെ ഒന്ന് മീൻസ് കേസ് കൊടുത്താലെങ്കിലും മതി, എന്നാലെങ്കിലും എന്റെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ, അങ്ങനെ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ എൻക്വയറീസ് ഒക്കെ വരും. കാരണം ഇപ്പൊ ഇങ്ങനെ ഫേക്ക് ആയിട്ടും ഒരുപാട് എൻക്വയറീസ് റിവെഞ്ച് തീർക്കാൻ വേണ്ടി, ഫാമിലി ഇഷ്യൂസും റിവെഞ്ച് തീർക്കാൻ വേണ്ടി ചിലർ അങ്ങനത്തെ കേസസ് ഇപ്പൊ ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരും കുറച്ചും കൂടിയും വിജിലന്റ് ആയിരിക്കും അങ്ങനത്തെ കേസസിൽ. CWCയിലൊക്കെ വരുമ്പോ ഏത് ഡിസ്ട്രിക്ട് ആണ് ഏത് ഏരിയ ആണെന്ന് നോക്കിയിട്ട് ആ ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം 112 ഒന്ന് വിളിച്ചു നോക്കുക. അപ്പൊ അവര് ഡീറ്റെയിൽസ് പറയും. ലീഗലായിട്ട് ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം ചൈൽഡ് ആൻഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, ചിൽഡ്രൻസ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്, CWCയിൽ ഒന്ന് പോയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. കേസ് പറ്റുമായിരിക്കും. നിസോ സാറ് പറഞ്ഞ പോലെ തെളിവുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകാന്ന് പറ്റത്തില്ല. പണിഷ്മെന്റ് ഒന്നും കിട്ടാൻ നമുക്കത് ഇൻഫോം ചെയ്യാം. അത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തെളിവുകളുടെ ഇതിന്റെ കാര്യങ്ങളിലൊന്നും അല്ല പോവാതെ നമുക്ക് ഇൻഫോം ചെയ്യാം. അത് ബാക്കി CWCയിലേക്ക് അറിയും. ആ കുട്ടിക്ക് വേണ്ട അതിന്റെ ഒരു പ്രത്യേകമായ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അവർ ആദ്യം ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ഒരു ക്ലിനിക്കലി ആയിട്ടുള്ള കറക്റ്റ് റിപ്പോർട്ട് ഇപ്പൊ കുട്ടി അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു നമ്മൾ MSc റിപ്പോർട്ട് ചെയ്തപ്പോൾ റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് കൊടുത്താൽ കഴിഞ്ഞാൽ മതി. ഈ ഒരു സംഭവം അന്ന് നടന്നത്, അതുമൂലം എനിക്ക് ഒരു നല്ലൊരു കൺസൾട്ടേഷന്റെ ഒരു ഫീഡ്ബാക്ക് അവിടെ വേണം എന്നുള്ളതാണ്. അപ്പൊ ഒരു അംഗീകരിക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു NGOസിൽ സോഷ്യൽ വർക്കേഴ്സ് തന്നെയായിരിക്കും നമ്മൾ അത് അസസ് ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് അവരത് ആ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് സപ്പോർട്ടും സൈക്കാട്രിക് സപ്പോർട്ടും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ആ കുട്ടിയെ പിന്നെ ആക്ച്വലി കാവൽ പ്ലസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ട് ഗവൺമെന്റ് ടേക്ക് കെയർ ചെയ്യാണ് ചെയ്യുക. അത് ജെന്യൂനിറ്റി ഒക്കെ അവർ ചെക്ക് ചെയ്യും, പോലീസും എല്ലാ കാര്യങ്ങളും. പക്ഷെ അവരൊരു ക്രിമിനൽ രീതിയിലല്ല, കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിലാണ്. കുട്ടീനൊരു വാദിയായിട്ടോ അങ്ങനെയുള്ള രീതിയിലൊന്നും അല്ല. അത് വളരെ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട്. കോൺഫിഡൻഷ്യൽ ആവില്ലേ കാര്യങ്ങള്? തീർച്ചയായിട്ടും നമുക്കത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോലുള്ള പെർമിഷൻ ഇല്ല ആക്ച്വലി. എക്സ്ക്യൂസ് മീ സർ, ഞാൻ ഇന്ദിരയാണ്. ഇത് ആദ്യം ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാനല്ലേ ആദ്യം നോക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്താണ് ആ കുട്ടി ഫീൽ ചെയ്യണമെന്ന് നോക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇതില് നമ്മള് അങ്ങനെ ഒരു ഇങ്ങനത്തെ കേസുകൾ നമുക്ക് അങ്ങനെ പുറത്ത് അവർ പോവില്ല. ഇപ്പൊ മേഘാൻ പറഞ്ഞതുപോലെ ഇവര് അഭിരാമൻ പറഞ്ഞതുപോലെ ആ ഒരു പിന്നെ തന്നെ ഉപദ്രവിച്ചിട്ടുള്ള ആളെ തന്റെ കണ്ണുകൾ കൊണ്ട് കാണണം.
അയാൾക്ക് ശിക്ഷ കാണുന്നു. ശിക്ഷ ആ അയാള് കിട്ടണമെന്ന്, അയാൾക്ക് എന്നെ ഉപദ്രവിച്ചിട്ട് അയാൾ ശിക്ഷ അനുഭവിച്ചു എന്നുള്ളത്, അതാണ് ശരിക്കും ഒരു ഇന്നർ ഹീലിംഗ് പ്ലസ് എക്സ്പോഷർ എന്ന് പറയും. ഈ ഒരു എക്സ്പോഷർ അവിടെ നടന്നാൽ മാത്രമേ ആ കുട്ടിക്ക് നമുക്ക് ഒന്ന് ഓക്കെ ആവാൻ പറ്റൂ. പിന്നെ ഈ മാം പറഞ്ഞതുപോലെ ഈ മറ്റൊരു ഇമോഷനിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കാമാക്കാൻ പറ്റും. അയാൾ NLP ഇപ്പോഴും ലൊക്കെ ഹാപ്പി നല്ല ആയിട്ടൊക്കെ തെറാപ്പി ഉണ്ടല്ലോ. ഇരിക്കുന്നുണ്ടെങ്കിലേ അതെ, തന്റെ ഉപദ്രവിച്ചിട്ട് അയാൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ അയാളെ കാണുമ്പോ അല്ലെങ്കിൽ മറ്റേ ആ ഒരു നോട്ടത്തോടെ തന്നെയാണ് ഇപ്പൊ എന്നോട് ഇപ്പോഴും കാണുന്നത് എന്നൊക്കെ ഉള്ളത്. ചിലപ്പോ അയാൾക്ക് കുട്ടിക്ക് നിരന്തരമായിട്ട് അയാളെ കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ മാക്സിമം ഭയങ്കരമാണ് സാർ. ഇവര് ഭയങ്കര ട്രോമയാണ്. ഇവര് പിന്നീട് അവരെ കാണുന്നതുണ്ടല്ലോ, ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അത് പിന്നെയും അവരെ കാണുക ഇടപെടുകയും ചെയ്യുമ്പോൾ അവരത് അത്രയും കാഷ്വൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വരുമ്പോ ഇവരുടെ മനസ്സിനെ അത് ഭയങ്കര, അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്നൊക്കെ പോയി അയാളുമായിട്ടുള്ള കണക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യണം. അങ്ങനത്തെ പോക്സോ കേസിൽ റിക്കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, ഭയങ്കര ക്രൂയലാണ് അതല്ലേ, ഭയങ്കര ഒരു അയ്യോ, അത് ചിന്തിക്കുമ്പോ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്കേ അനുഭവപ്പെടുന്നു. അത് മാഡം ഭയങ്കര അവസ്ഥയാണ്. പാരന്റ്സ് അയ്യോ, ഡെയിലി കാണുക എന്ന് പറയുമ്പോ പാരന്റ്സിന്റെ ബൈ മുന്നിൽ ഫാദർ ഒക്കെ ഉള്ള ഒരുപാട് കേസസ് ഉണ്ട് മാം. അപ്പൊ അത് അവർക്കൊക്കെ ഭയങ്കര, അവരൊക്കെ ഒന്നും നമുക്കൊന്നും ഭയങ്കര എന്താ സങ്കല്പിക്കാൻ പറ്റില്ല. ബൈ ഫാദർ ഒക്കെ ആയിരിക്കും കൂടുതലും. അങ്ങനെ അച്ഛന്മാരുടെ കേസിൽ തന്നെ വരുന്ന ഒരുപാട് കേസസ് വരും കുട്ടികൾ. അതെ, പിന്നെ അതേപോലെ നമ്മളെ പോലുള്ള ആളുകൾ പല കേസുകളും നിസ്സഹായരാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സൈക്കോളജിക്കലി മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം, ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് പാരന്റ് ആണ് ശരിക്കും, അവരാണ് തീരുമാനിക്കേണ്ടത് മുന്നോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയി ചൈൽഡ് വെൽഫെയർ സെറ്റിംഗ് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ട്, അബ്യൂസ് ആണ് തെളിഞ്ഞിട്ടുണ്ട്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പാരന്റ് നമ്മളെടുത്തുനിന്ന് പറയണത് പറഞ്ഞാൽ പ്രശ്നമാണ്, ആരോട് പറയാതെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമേജ് പോവും, അല്ലെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, പിന്നെ അതൊക്കെ പറഞ്ഞ പിന്നെ കുട്ടിയുടെ ജീവിതം ഉണ്ടാകും. അപ്പൊ ആ ഒരു ഇവർ പറയുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ വിചാരിച്ച പോലെ എന്തായാലും റിപ്പോർട്ട് ഞങ്ങളെ ഭാഗത്ത് വേണം, അല്ലെ നമ്മളൊന്ന് കണ്ണടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നാൽ കുട്ടിക്ക് വീണ്ടും ട്രോമാറ്റിക് ആയിട്ട് ഇൻസിഡൻസ് വരികയാണ്, അല്ലെ അയാളെ തന്നെ കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെ ക്ലാസ് പോകുന്ന കുട്ടി എന്തെങ്കിലും മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പൊ ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, നേരത്തെ പോയ കൗൺസിലർ അടുത്ത് പോകണ്ട, അല്ലെങ്കിൽ ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം, ഇപ്പൊ വേറൊരാടുത്ത് പോവാം. അപ്പൊ അവിടെ എത്തുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, അവര് ഈ കുട്ടിക്ക് ഒരു അബ്യൂസ് ആണ് കണ്ടെത്തി, നിങ്ങൾ മുമ്പ് അവിടെ ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ട്, അവരെന്താണ് പറഞ്ഞതിന് ശേഷം പാരന്റ് കൈമലർത്തും, അവർ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ അബ്യൂസ് ആണെന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന രീതിയിലൊക്കെ ചെയ്താൽ മതി, താൽക്കാലിക ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, കേസൊന്നും ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെ കൊടുക്കേണ്ടത്, അതിനെപ്പറ്റിയൊന്നും അവർ പറഞ്ഞു തന്നില്ല പറഞ്ഞാൽ അവിടെ നമ്മൾ കൂടുന്നു. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കേസുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ കുട്ടിക്ക് ഫിസിക്കലി ആയിട്ട് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും, അസസ്മെന്റ് എടുക്കാൻ വേണ്ടി പിന്നെ റിപ്പോർട്ട് റെഫർ ചെയ്യുക. അതിനുശേഷം അവരോട് പറയാം ഇങ്ങനെയാണ് ഇത് ലീഗലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും, ഞങ്ങൾ ഏതായാലും റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനുശേഷം നിങ്ങൾ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടും റിപ്പോർട്ടും നിങ്ങളെ ഭാഗത്തുനിന്ന് വേണം എന്ന് കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഈ രീതിയിൽ. അപ്പൊ നമുക്ക് കുറച്ചൊരു സേഫ് സോണിലായി. അപ്പൊ അതല്ല നമ്മൾ മറ്റൊരു രീതി കാണുകയാണെങ്കിൽ പിന്നീട് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തായാലും നമുക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. സാറേ, നമ്മൾ ഇങ്ങനത്തെ ഇതല്ല പോക്സോ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മേഘമേഡം പറഞ്ഞ പോലെ 112 നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ്? അതെ, 112 വിളിച്ച് ചോദിക്കും, അവരുടെ അടുത്ത ഡീറ്റെയിൽസ് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ CWCയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, പക്ഷെ 112 ഒരു ഫസ്റ്റ് നമുക്ക്. അതേപോലെ 1099 അതേ ഇതില് വരുന്നത് 1099 അതും ഈ പോസ്കോ ആക്ടിൽ തന്നെ വരുന്നതാണ്. അവർക്ക് എന്തെങ്കിലും മെന്റൽ സപ്പോർട്ട് വേണമെങ്കിൽ വിളിക്കേണ്ട നമ്പറാണെന്നാണ് എന്റെ അറിവ്. ഈ CWC നമ്പർ ഉണ്ടാവൂലേ അങ്ങനെ? ഇല്ല, ആദ്യം 112 വിളിച്ചാൽ മതി, വിളിച്ചു നോക്കുക. എന്നിട്ട് ഏതെങ്കിലും സോഷ്യൽ വർക്കേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു രീതി നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ നേരിട്ട് പോലീസിലാണെങ്കിലും ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റേഷനിൽ തന്നെ പോയി അറിഞ്ഞാലും അവർ അതിലേക്ക് ലീഡ് ചെയ്ത് വിടും. അത് കറക്റ്റ് ആയിട്ടുള്ള അവർ 112 വിളിച്ചാൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ആയി പറഞ്ഞു തരുന്നു അല്ലേ? ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റേഷനിൽ പോയി ചെന്ന് കഴിഞ്ഞാലും അവർ ഏതാണ് ആരെ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതും എന്താണ് ഇൻഫർമേഷൻസ് എന്നുള്ളതും അവർ കറക്റ്റ് ആയിട്ട് ലീഡ് ചെയ്ത് വിടും. അണ്ടർ പോക്സോ കേസ് ആക്ടിൽ തന്നെ വരുന്നതാണ് എന്റെ അറിവ്. ഒരു 90%. ഞാൻ അത്രയും വർഷങ്ങളായിട്ടില്ല അതില്ല. ഈ കേസല്ല, പൊതുവെ നോർമൽ ഒരു പോക്സോ കേസ് വരുന്ന നോർമൽ കേസസ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇൻഫോം ചെയ്താൽ മതി.
112 തന്നെയാണല്ലേ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ചെയ്താൽ മതി. ആ. ഗവൺമെന്റിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഒന്നും നേരെ ചൊവ്വേ നടക്കില്ല എന്ന് മാത്രം. ഗവൺമെന്റ് തന്നെ അതിനുള്ള സ്റ്റാഫുകൾ ഇതും പ്രൊവൈഡ് ചെയ്യില്ല. പിന്നെ അവർക്ക് നമുക്ക് കൊടുക്കാം, കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. അതെ അതെ. ഇനിയിപ്പോ നമുക്കൊരു സെഷൻ ബേസിലേക്ക് നമുക്ക് ഒരു കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് പോകുന്ന സമയത്ത് ഒന്നാമത് ഒരു റാപ്പോർട്ട് ആൻഡ് സേഫ്റ്റി ആണ്. കറക്റ്റ് ആയിട്ട് ആ കുട്ടിയുമായിട്ട് സേഫ് ആണ് എന്ന് താൻ പറഞ്ഞത് തുറന്ന് പറയാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുക. എല്ലാം ക്ലയന്റ് തന്നെ സംസാരിക്കാൻ, ഇപ്പൊ കൂടെ ആരെയും വന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം ആ കുട്ടിയുമായിട്ട് തന്നെ ഏകദേശം ഫസ്റ്റ് ഒരു കുറച്ച് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ പാരന്റിലേക്ക് വരിക. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പാരന്റ് ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇന്റർവെൻഷൻ ആർട്ട് തെറാപ്പിയിലെ പ്ലേ തെറാപ്പിയിലൊക്കെ CBT ചിൽഡ്രൻ ഒരുപാട് ടെക്നിക്കുകളാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെക്നിക്കുകളൊക്കെ അതിൽ ഉപയോഗിക്കാം. പിന്നെ അതേപോലെ ആ കുട്ടിയുടെ വാലിഡേറ്റ് ചെയ്യേണ്ടത് കുട്ടിയുടെ തെറ്റല്ല, അത് അന്ന് സംഭവിച്ചതാണ്, അത് മറ്റാൾ നമ്മളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിച്ചതാണ്, മോളെ തെറ്റല്ല, അത് ആദ്യം മനസ്സിലായി. ആ ഒരു വാലിഡേറ്റ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എനിക്ക് ഇത് തുറന്നു പറയാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിൽ ആ കുട്ടിയെ നമ്മൾ അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ കുട്ടിക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്കുകളൊക്കെ നമുക്ക് കുട്ടികളെ കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും ഒരു 5 ഐറ്റംസുകൾ കുട്ടിയെ നമ്മൾ ഫ്രണ്ടിൽ വെക്കുക. എന്നിട്ട് ആ ഫ്രണ്ടിൽ വെക്കുന്ന സമയത്ത് കുട്ടിയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 സംഭവങ്ങളെ കുറിച്ച് മനസ്സിൽ വിചാരിക്കാൻ പറയുക, അല്ലെങ്കിൽ പേപ്പർ കൊടുക്കുക, അതിൽ എഴുതാൻ പറയുക. എന്നിട്ട് എഴുതിയതിനു ശേഷം 3 കാര്യങ്ങൾ എന്താണ്, ചുറ്റുപാട് ശബ്ദങ്ങൾ കേൾക്കുക എന്നുള്ള ശബ്ദങ്ങൾക്ക് പേര് നമ്മൾ എന്താണ്, ആ കുട്ടി തൊട്ടിട്ട് ആ 4 കാര്യങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൽ അതിൽ 3 കാര്യങ്ങൾ എന്താണ്, ഇതിൽ ജസ്റ്റ് നമ്മൾ മുകളിലേക്ക് താഴോട്ട് ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. എന്നിട്ട് ഇതിൽ ഏറ്റവും ശബ്ദങ്ങൾ ഈ ചെവിയിലേക്ക് വന്നിട്ടുള്ള ഏത് ശബ്ദമാണ് കുട്ടികളോട് തിരിച്ചറിയാൻ ആദ്യം പറഞ്ഞു കൊടുക്കണം. ഇതിൽ ഏറ്റവും ഹൈ വന്നിട്ടുള്ള ഒരു ശബ്ദം ഏതാണെന്ന്. പിന്നെ അതേപോലെ ആ കുട്ടി 5 സാധനങ്ങൾ തന്നെ അതിൽ 2 എടുത്തിട്ട് കുട്ടിയുടെ മെല്ലെ സ്മെല്ല് ചെയ്യാൻ പറയും. എന്തെങ്കിലും ശരീരത്തിലേക്ക് സ്മെല്ല് കിട്ടുന്നുണ്ടോ ഈ ഒരു കൊടുക്കുന്ന സംഭവത്തിൽ. പിന്നെ വയലിൽ ഏതെങ്കിലും ഒന്ന് ചോക്ലേറ്റ് വെക്കുന്നതാണ് നല്ലത്. കുട്ടിക്ക് ഇന്നലെ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ നേരത്തെ അതൊന്നും കുട്ടിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് കുട്ടിയുടെ ആ ഒരു ചോക്ലേറ്റിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് വായിൽ വെച്ച് കൊടുക്കുക. ബാക്കി നമുക്കും ഒരു കഴിക്കുന്നത് തിന്ന് മധുരം ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുട്ടിക്ക് ഈ സ്വന്തം ഈ ഒരു ഭക്ഷണത്തോടുള്ള ആ ഒരു കാര്യങ്ങളും സ്വയമായിട്ട് ഈ രുചി അറിയുന്നുണ്ടോ, അപ്പൊ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു മധുരമുള്ള ചെറിയൊരു പീസ് വെച്ചിട്ട് എപ്പൊ എന്താണ് നാവിൻ തുമ്പത്ത് വന്നിട്ടുള്ള ടേസ്റ്റ് എന്താണ്, ചോക്ലേറ്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് കുട്ടി ഏകദേശം നമ്മുടെ ആ ഒരു റാപ്പോ ബിൽഡപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ് ആണ്. 5 ടെക്നിക്കൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പൊ ആ കുട്ടിക്ക് കാര്യങ്ങൾ ഒന്നുകൂടി നമ്മളോട് തുറന്നു പറയാനും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നൊക്കെ പറയാം. അപ്പൊ അതിലൂടെ പിന്നെ അതിനുശേഷം കുട്ടിയുടെ ഉറക്കിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, ചിന്തകൾ എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ ട്രോമ സംഭവിച്ച ശേഷം എന്തൊക്കെയാണ് പഠനത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, പിന്നെ ഇത് ഐ ആം എ ഫെയിലിയർ അല്ലെങ്കിൽ ഇത് എന്റെ തെറ്റാണ്, എനിക്കിനി ഒന്നിനും കഴിയില്ല, ഇതേപോലെ എന്തെങ്കിലും കോർ ബിലീഫ് സിസ്റ്റങ്ങൾ ആ കുട്ടിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ അതേപോലെ ഒരു 9 വയസ്സിന് താഴോട്ടൊക്കെയുള്ള കുട്ടിയാണെങ്കിൽ ഇതിനെ പറ്റിയുള്ള ഒരു കൺട്രോളും കുട്ടിക്ക് ഉണ്ടായിക്കോളണം. ഒരു ഫിയർ എന്താണെന്ന് തിരിച്ചറിയണമെന്നുണ്ടാവില്ല, അതേപോലെ ഒരു ആങ്സൈറ്റി എന്താ തിരിച്ചറിയണമെന്നുണ്ടാവില്ല. അപ്പൊ എന്താണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ട നരേറ്റീവ് തെറാപ്പിയാണ്. കുട്ടിക്ക് എല്ലാം കഥ പോലെ തുറന്നു പറയാനുള്ള കാര്യം, എന്താണ് മനസ്സിൽ തോന്നുന്നത് കുട്ടിയോട് കാര്യങ്ങൾ പറയാം, അത് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ആ സമയത്ത് ഇമോഷൻസ് എന്തായിരുന്നു, ആ സമയത്ത് ചിന്ത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ അതിനുവേണ്ടി നരേറ്റീവ് തെറാപ്പി ഡയറക്റ്റ് ആയിട്ട് കുട്ടിയുടെ കഥകളിലൂടെ ഒരു പക്ഷേ കുട്ടി കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അതേ ഒരു ഇൻസിഡൻസ് വെച്ചിട്ട് വേറൊരു കുട്ടിയുടെ എക്സ്പ്ലെയിൻ വെച്ചിട്ട് കഥ പോലെ നമുക്ക് ഏതൊരു രീതിയിൽ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുശേഷമാണ് ട്രോമ ഫോക്കസ് CBT എന്ന് പറയുമ്പോൾ ആ ട്രോമ നമ്മൾ പതിയെ പതിയെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് ആ രീതിയിലാണ് ഇന്റർവെൻഷനിലേക്ക് നമ്മൾ പോവുക. അപ്പൊ അതിനുശേഷം നമ്മൾ അടുത്തത് കൊടുക്കേണ്ട പാരന്റിങ്ങിനാണ്. കറക്റ്റായി കുട്ടിയുടെ ആ ഒരു ട്രസ്റ്റുമായിട്ട് കാര്യങ്ങൾ, കുട്ടി ഏത് രീതിയിലാണ് റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യം, പാരന്റിന് ഏത് രീതിയിൽ സംഭവിച്ചു, പാരന്റിന് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇന്നതാണ് കുട്ടിക്ക് സംഭവിച്ചത്. കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടിയെ ഒരിക്കലും എന്താണ് കുറ്റപ്പെടുത്താനോ പാടില്ല. ചില പാരന്റ് വീട്ടിൽ ചെന്നിട്ട് പ്രശ്നം, നീ എന്തുകൊണ്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞില്ല, ആ കൗൺസിലർ ആണ് നിനക്ക് ഇപ്പൊ ഏറ്റവും വിശ്വാസമായി തോന്നിയത്, പലർക്കും പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മൾ എന്താണ് ഒരു സെഷനിൽ ആ പാരന്റുമായിട്ട് സംസാരിച്ച് അവർക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ അവർക്ക് പറഞ്ഞെടുക്കും. പിന്നെ അതിന്റെ കൂടെ തന്നെ ലീഗലി ഡിസ്കഷൻ ആണ്. ഏത് രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെ നമ്പറിൽ വിളിക്കണം, ആരൊക്കെ കോണ്ടാക്ട് ചെയ്യണം, ലീഗലി സപ്പോർട്ട് ഏത് രീതിയിൽ നിങ്ങൾക്ക് നേടിയേക്കാം, ഈ ഒരു ആക്ട് പ്രകാരം നിയമങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യണം കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ അറിയാത്തതാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് റെഫറൻസ് നമ്പറുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ അതേപോലെ എന്താണ് കുട്ടികളോട് നിരന്തരമായിട്ട് പിന്നെ തന്നെ കുടുംബത്തിൽ വെച്ചിട്ടൊന്നും ഒരു ഫാമിലി സെറ്റപ്പിലൊന്നും ഇതിനെപ്പറ്റി ചർച്ചകൾ ചെയ്യാൻ പാടില്ല.
അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ആളുകൾ കുട്ടി ഈ ഒരു എന്താ ഒരു ചിലപ്പോൾ സങ്കടത്തോടു കൂടി അല്ല എന്റെ കുട്ടിക്ക് ഇത് സംഭവിച്ചു പോയല്ലോ എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടിയെ നിരന്തരമായിട്ട് ഇമോഷണലി ഡൗൺ ആവാനുള്ള സാധ്യത. അപ്പൊ ഒരു കുട്ടി ആ സമയത്ത് ഒരിക്കലും സ്റ്റേബിൾ ആവാൻ സാധ്യതയില്ല. അതൊക്കെ പാരന്റിന് കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോക്സോ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് ചെറിയൊരു ടോപ്പിക്. ഇത് വലിയൊരു ഏരിയ കൂടെ പറഞ്ഞൊരു ടോപ്പിക്കാണ്. നമുക്ക് എവിടെയും അവസാനിപ്പിക്കാത്തൊരു ടോപ്പിക്കാണ്. ഒരുപാട് കേസുകൾ തന്നെ നമുക്ക് എല്ലാവർക്കും വന്നിട്ട് അതൊക്കെ ഉൾപ്പെടുത്തി പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു മണിക്കൂറൊന്നും തികയില്ല. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ നമ്മൾ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് മറ്റൊരു സെഷൻ ഡീപ്പായിട്ട് തന്നെ നമുക്ക് ഒരു PPT ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ സർ. Yes. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ടൈം ഉണ്ടോ? ചോദിച്ചോളൂ സമയമുണ്ട്. സാർ ഇപ്പൊ ഒരു കുട്ടി സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അത് ഒരു ക്രൂവലായിട്ടുള്ള ഒരു റേപ്പിന്റെ വിക്ടിം ആണ്. അപ്പൊ ആ കുട്ടി കുറെ മൾട്ടിപ്പിൾ പീപ്പിൾ മിസ്യൂസ് ചെയ്തു കുട്ടിയെ. അപ്പൊ കുട്ടിയെ ഹോസ്പിറ്റലിൽ വല്ലാത്ത രീതിയിൽ കാണുന്നു. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, ട്രീറ്റ്മെന്റ് ഫസ്റ്റ് എടുക്കുന്നു, ഒരു കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ കൗൺസിലിങ്ങിന് വിടുന്നു. പക്ഷെ കൗൺസിലിങ്ങിന് വിടുമ്പം ആ കുട്ടി ഒന്നും സംസാരിക്കുന്നില്ല, കുട്ടി ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. കുട്ടി എപ്പോഴും ഗ്ലൂമിയാണ്, ഒരു ഡിപ്രസീവ് മൂഡിലാണ്. കുട്ടി എന്തൊക്കെ പേടിക്കുന്നുണ്ട്, പക്ഷെ കുട്ടിക്ക് ഒന്നും പറയുന്നില്ല. എന്തോ ചോദിച്ചാലും കുട്ടി ഇങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ കേസിൽ എന്താണ് കൗൺസിലർ ചെയ്യേണ്ടത്? ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യം ആ കുട്ടിയുടെ കൗൺസിലിംഗ് വരുന്നതിന് കുട്ടിയിൽ ആ ഫിസിക്കലി പൂർണ്ണമായിട്ട് ക്യൂർ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ കൗൺസിലിംഗ് കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം കുട്ടിക്ക് എവിടെയാണ് ഡിഫക്റ്റുകൾ സംഭവിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ക്ലിയർ ആവും. ശാരീരികമായിട്ട് എന്തൊക്കെയാണ് കുട്ടിക്ക് വന്നിട്ടുള്ളത്, അത് ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും അത് ക്ലിയർ ചെയ്തിട്ടേ കുട്ടീനെ കൗൺസിലിംഗ് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലാണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ഒരു തവണ ഹോസ്പിറ്റലിൽ കാണിക്കുന്നു, ട്രീറ്റ്മെന്റ് നേരെ കൗൺസിലിംഗ് ആ ഒരു നടക്കില്ല. ഏതെങ്കിലും ആദ്യം ഫിസിക്കലി ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആകാം. പിന്നെ പതിയെ പതിയെ കുട്ടിക്ക് തന്നെ ഈ ഒരു സംഭവത്തിന്റെ വീട്ടിൽ നിന്നും പാരന്റിൽ നിന്നും വലിയ മെന്റലി ഇമോഷണൽ സപ്പോർട്ട് വേണം. ഈ സപ്പോർട്ടിന്റെ കൂടെ എന്ത് ചെയ്യും, ആ കുട്ടി ഡെയിലി ആ ഒരു ഫ്രണ്ട് സർക്കിളുമായിട്ട് പഴയതുപോലെ കൂടുതൽ ആക്ടിവിറ്റീസിൽ ആ ഫാമിലി തന്നെ മെമ്പേഴ്സ് ഇടപെടണം. അതേപോലെ പുറത്ത് കുട്ടിയുടെ പല ഫംഗ്ഷൻസിൽ കൊണ്ടുവരണം. ഇതിനൊക്കെ ശേഷം മാത്രമായിരിക്കും നമ്മൾ കൗൺസിലിംഗ് കൊണ്ടുവരും. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ഈ ഒരു 5 ടെക്നിക് ഒക്കെ ഉപയോഗിച്ച് കുട്ടിയെ ഒന്ന് നമ്മളൊരു റാപ്പ് ബിൽഡപ്പ് ഉണ്ട്, എന്താണ് യഥാർത്ഥം സംഭവിച്ച് കുട്ടി പറയാനുള്ളത്. ചിലപ്പോൾ 1 സെഷനോ 2 സെഷനോ ഒന്നും ആവില്ല, കുറേ സെഷൻ എടുക്കും. ആ കുട്ടി നമ്മൾ എപ്പോഴാണ് മെന്റലി ഓക്കെ ആവുന്നത് അതുവരെ എന്താണ് കുട്ടിയുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനത്തിലാവാം, ഇൻട്രസ്റ്റിലേക്കാവാം, ഇങ്ങനെ പല രീതിയിൽ കൂടെ നമുക്ക് പോവാം. എപ്പോഴാണ് കുട്ടി ആ സങ്കടം നമ്മളോട് പറയുന്നത് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുക തന്നെ വേണം. ആ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് തുടക്കത്തിൽ. ഓക്കെ സാർ, അതായത് കംപ്ലീറ്റ്ലി ക്യൂറായി ഹോസ്പിറ്റലിൽ നിന്ന് അവര് ഡിസ്ചാർജ് ചെയ്തു, എന്നിട്ട് ഒരു കൗൺസിലിങ്ങിന് റെഫർ ചെയ്ത് വിടുന്ന ഒരു കുട്ടിയാണത്. അപ്പൊ അതാണ് അതിന്റെ കേസ് എന്ന് വെച്ചാൽ, അപ്പൊ ഈ കുട്ടിക്ക് ശരിക്കും പറയാൻ ഒരു നല്ല റാപ്പ് ആണ് ആദ്യം കൊടുക്കേണ്ടത് അല്ലേ? കുട്ടിയുടെ ആദ്യമേ കാരണം കുട്ടിയുടെ സൈലൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാര്യം കുട്ടിയായിട്ട് നല്ല പറയൂ സാർ. ആ കുട്ടിയോട് കുട്ടിക്ക് ഇപ്പൊ നിലവിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം കിട്ടേണ്ടത് കുട്ടിയോട് ചോദിക്കണം നമ്മൾ. ഇത് ഈ ഒരു വിഷമം മാറാൻ എന്താണ് ഞങ്ങളെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് പകരം ഇങ്ങോട്ട് ചോദിച്ച് കുട്ടി ഇന്ന രൂപത്തിലേക്ക് എനിക്ക് ആവണം, ഇന്ന രീതിയിലൊരു സപ്പോർട്ട് എനിക്ക് വേണം, കുട്ടിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന രീതിയിൽ മെത്തേഡുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. നരേറ്റീവ് തെറാപ്പിയാണോ? നരേറ്റീവ് തെറാപ്പി. എന്റെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയാം. ഒരു കഥ പോലെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇന്നൊരു സംഭവം സംഭവിച്ച് വളരെയധികം മോശമായിട്ടൊരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു ഇമോഷൻസ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് എന്നും ഇതേപോലെ ഒന്നും പോയാൽ ശരിയാവില്ല. അപ്പോൾ സംഭവിച്ചത് എന്തായാലും അതിനുള്ള ആളുകളെ നമ്മൾ എന്താണ് അവർക്കുള്ള ശിക്ഷകൾ നമ്മൾ വാങ്ങിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഭാഗത്ത് ഇനി ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, അതായത് ജോലിക്ക് പോകണം. അപ്പൊ ഏത് രീതിയിലേക്കാണ് നമ്മുടെ ഭാഗത്ത് സപ്പോർട്ട് വേണ്ടത് എന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ആ കുട്ടിയോട് കാര്യങ്ങൾ പറയും. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, നമുക്ക് ആ കുട്ടിയുമായി ചെറിയൊരു രീതിയിലുള്ള റാപ്പ് ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കാം. മാം ഏത് ഡിസ്ട്രിക്ട് ഏതായിരുന്നു മാം? എറണാകുളം തന്നെയാണോ അതോ തൃശ്ശൂരോ? ഹലോ ബെസി മാം ഏത് ഡിസ്ട്രിക്ട് ആയിരുന്നു ചോദിച്ചതാ. ഞാൻ കൊല്ലമാണ് മാം, കൊല്ലം ഡിസ്ട്രിക്ട് ആണ്. ഇങ്ങനെ വരുന്ന കേസിലെ കുറെയൊക്കെ ഉണ്ടല്ലോ സാർ, ജനറൽ ആയിട്ട് പറഞ്ഞാണ് കുറെ ഈ കുട്ടികള് പെട്ടെന്ന് ഒരു ഹൈ ഡിപ്രഷനിലേക്കും
ഒരു ട്രോമയുടെ ഇതിലേക്കും പോയിട്ടുണ്ടാവുകയെ. അപ്പൊ അവര് മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ സൈക്കാട്രിസ്റ്റിനെയും കൂടി കാണാൻ പറയാറുണ്ട്. അപ്പൊ ഇവര് കൗൺസിലിങ്ങിന് മുമ്പ് മിക്കവാറും ഇവരൊരു സൈക്കാട്രിസ്റ്റിനെയും കൂടി റെഫർ ചെയ്യാൻ പറയാറുണ്ട്. രണ്ടുപേരും ഇതെല്ലാം ഒരുമിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന കേസാണ്. കാര്യം പിന്നെ അവർക്ക് കൗൺസിലിംഗ് ആണ് വേണ്ടത്. മെഡിക്കേഷൻ കഴിഞ്ഞു, സൈക്യാട്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം സൈക്യാട്രിയാണ് പിന്നെ ഒരു കുട്ടിക്ക് ഇനി ആവശ്യം. മെന്റലി ഓക്കെ ആവണം. ഫിസിക്കലി ഓക്കെ ആണ് കുട്ടി. അപ്പൊ മെന്റലി ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കൗൺസിലിങ്ങിന് റെഫർ ചെയ്ത് വിടുന്നത്. അപ്പൊ ആ കൗൺസിലർ കുട്ടിക്ക് ഓക്കെ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവില്ല. എല്ലാവരും സെറ്റ് ആവാത്തതിന്റെ ഒരു ഇതായിരിക്കും മേ ബി. കുട്ടികള് റാപ്പോ ബിൽഡ് ചെയ്യുന്നതിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ റെമഡിയൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു, സ്കൂളിൽ തീരെ പോവാറില്ല, 9th-ലായി. അപ്പൊ അവന് കുറെ നാള് മുമ്പ് തുടങ്ങിയിട്ട് ഇങ്ങനെ ആണെങ്കിലും പാരന്റ്സിന്റെ ഭാഗത്തു നിന്നിട്ട് അവൻ ഉദ്ദേശിച്ച രീതിയിലല്ല അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യും. പിന്നെ അവരുടെ ബിഹേവിയറിലും ഒക്കെ ക്യാരക്ടറും ഒക്കെ ഒരു സെറ്റാക്കി വെക്കും. അവൻ തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യില്ല, നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഹൈഡ് ചെയ്യുക, പറയാൻ താല്പര്യമില്ലാത്ത അങ്ങനെയൊക്കെ വരും. അപ്പോൾ റാപ്പോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ആവും നല്ല രീതിക്ക്. അതെ. ഇപ്പൊ മേഘം പറഞ്ഞതുപോലെ ഈ ഒരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അവരെ ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ കുറയാനുള്ള സാധ്യത, സിംറ്റംസുകൾ കുറയ്ക്കും. നമ്മൾ കൗൺസിലിംഗ് വരുന്ന സമയത്ത് ആ ഒരു നല്ല റാപ്പോ ബിൽഡപ്പിന് വേണ്ടി നമ്മൾ ഡെയിലി റൊട്ടൈൻ ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. സമയത്തിന് എഴുന്നേൽപ്പിക്കുക, സമയത്തിന് കറക്റ്റ് ഷെഡ്യൂള്, പിന്നെ ചെറിയ ലൈറ്റ് ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കുക, പുറത്തേക്ക് കൊണ്ടുപോവുക, അതേപോലെ ചെറിയ ടാസ്ക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നെ ആക്ടിവിറ്റി ചെയ്യാൻ. അതേപോലെ സമയം ഈ ഒരു ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു മാക്സിമം കുറയ്ക്കാനുള്ള രീതിയിൽ അപ്പൊ നമുക്ക് ആ കുട്ടിയുടെ ഒരു ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ആ കുട്ടിയുമായിട്ട് ഒരു പുതിയ നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കാൻ പറ്റും. സാർ, ഈ റാപ്പോ ബിൽഡ് ചെയ്യുന്ന ഈ ടൈമില് ഇങ്ങനെയുള്ള ഒരു കേസിൽ ഈ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂമി ആയിട്ടിരിക്കുന്ന കുട്ടിയാണ്, ഇവളിങ്ങനെ നോക്കി മേളിലിരിക്കും, ഇങ്ങനെ പല ചിന്തകൾ. അപ്പൊ ഈ കുട്ടി സമയത്ത് നമ്മള് ഒന്ന് ചെറുതായിട്ടൊന്ന് ഹഗ് ചെയ്യോ, കയ്യിലൊന്ന് നമ്മളൊന്ന് പാറ്റ് ചെയ്യോ ഒക്കെ ചെയ്യുമ്പം കുട്ടിക്ക് ഒരു ഇമോഷണൽ ബോണ്ട് കിട്ടത്തില്ലേ? നമ്മൾ പറയല്ല ബൗണ്ടറി സെറ്റിംഗ് വേണോന്ന് ഈ കൗൺസിലിങ്ങിന്റെ ആ ഒരു ടൈമില്. പക്ഷെ ഇതപ്പോ അത് ബ്രേക്ക് ചെയ്യുവോ? ബൗണ്ടറി സെറ്റിംഗ് ബ്രേക്ക് ചെയ്യുവോ? നമ്മൾ ചിലപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു ചെറിയൊരു ഹഗ്, അല്ലെ കുഞ്ഞ് കയ്യിലൊന്ന് തടവി കൊടുക്കുക, ജസ്റ്റ് അങ്ങനെ ചെയ്യാവോ ഒരു കൗൺസിലർക്ക്? അങ്ങനെ ചെയ്ത് നമ്മളിപ്പോ അറിയാത്ത ഒരാളാണല്ലോ. അപ്പൊ ആ ഒരു കുട്ടിക്ക് അത് കുറച്ചു, എനിക്ക് തോന്നുന്നു അത് ആ ഒരു പ്രത്യേകിച്ച് ഈ അബ്യൂസ് ഒക്കെ നടന്ന കുട്ടികള്, നമ്മളിപ്പോ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും കുട്ടി അതിനൊന്നും ചിലപ്പോൾ കുട്ടിക്ക് വില്ലിങ് ആയിക്കോളണമെന്നില്ല, ചെയ്യാൻ പാടില്ല എന്നാണ്. ആ ഒരു ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ അവരെ കൂടെ ഉള്ള ഏറ്റവും ട്രസ്റ്റി ആയിട്ടുള്ള അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. സപ്പോർട്ടീവ് ആ രീതിയിൽ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ കൈ പിടിച്ച് തലോടുക, അല്ലെങ്കിൽ ഷോൾഡറിൽ തലയിൽ കൈ വെക്കുക ഒക്കെ അവർ ചെയ്യുന്നത്, നമ്മളായിട്ട് ചെയ്യുന്നത് നല്ലതല്ല. അല്ല പിന്നെ നമ്മൾ റാപ്പോ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാം. ആ ഒരു ബോഡി ആക്ടിവേറ്റ് നമ്മൾ കുട്ടിക്ക് ഏത് രീതിയിലാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് നമ്മളെ മാക്സിമം ഒഴിവാക്കുന്നത് നല്ലതാണ്. അതെ അതെ അപ്പൊ അതെ, അതാ ഞാൻ പറഞ്ഞില്ല, അതെ ഫാമിലിയർ ആവണം. നമ്മളുമായിട്ട് ഒരു ക്ലോസ്നെസ് ഒക്കെ വന്നിട്ട് കുട്ടിക്ക് നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? കുട്ടി ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലൊക്കെ മുന്നോട്ട് പോവാം. ഓക്കെ സാർ, താങ്ക് യു. സാർ, ഈ ട്രോമ കേസുകൾക്ക് DBT നല്ലതല്ലേ? അതെ, ട്രോമ കേസിന് CBT നല്ലതാണ്. പിന്നെ DBT അവരെ നമുക്ക് DBT നല്ല ഇമോഷണലി അവര് കുറെ മെയിൻ DBT ആണ് ബെറ്റർ. പക്ഷെ അതിന്റെ കൂടെ തന്നെ TF-CBT വേണം, ട്രോമ ഫോക്കസ്ഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടും ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഇമോഷൻസ് മാത്രമല്ലല്ലോ, അവരെ കൂടെ അതിന്റെ കൂടെ ആക്ടിവിറ്റീസുകളും അവരെ ഡെയിലി ലൈഫിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ട്രോമ ഫോക്കസ്ഡ് CBT. അത് സാർ ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ കോഴ്സ് ചെയ്യുന്നുണ്ടോ? മുമ്പ് ഞാൻ ഒരു 1-2 ബാച്ച് നടത്തിയിട്ടുണ്ട്, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ്. കുറെ ആയിട്ട് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെയാണെന്ന്. ഇനി ഉണ്ടെങ്കിൽ സാർ ഗ്രൂപ്പിൽ ഇടുമല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടും. താങ്ക് യു സാർ. അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ സാർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകിച്ച് സാറിന് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. കാരണം കുറച്ച് നേരമായിട്ടുള്ളൂ ഈ ഒരു ക്ലാസ്
എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ സാറ് പെട്ടെന്ന് അത് റെഡിയാക്കി നമുക്ക് എല്ലാവർക്കും ഇത്രയും നല്ലൊരു ക്ലാസ് തന്നില്ലേ. നല്ല ഇന്ററാക്റ്റീവ് ആയിരുന്നു. കുറെ എന്താണ് ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എല്ലാവരുടെയും. അപ്പോൾ താങ്ക് യു സോ മച്ച് നിസാർ സർ. അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. താങ്ക് യു സർ. നിസാർ സാർ ക്ലാസ് വളരെ പ്രൊഡക്റ്റീവ് ആയിരുന്നു കേട്ടോ. പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു.